ഋഷിച്ചേച്ചി ഫോൺ ചെയ്യുമ്പം മാഡം എന്നൊക്കെ വിളിച്ച എനിക്ക് ആ വാക്ക് ഇഷ്ടമില്ലാത്ത അങ്ങനെ വർത്താനം പറയുമ്പോൾ ഞാൻ ഒട്ടും പരിചയമില്ലാത്ത ഒരാളെന്നാണ്. ഇവിടെ ഒന്ന് മുഖം കാണുമ്പോഴാണ് വളരെ ചിരപരിചിതയായവരാണ്. അതിനപ്പുറത്തേക്ക് അവിചാരിതമായിട്ടാണെങ്കിലും സാഹിത്യവിലാസിനി ലൈബ്രറിയിൽ എത്തിച്ചേരാൻ പറ്റിയത് ഇതിന്റെ പ്രധാന ചുമതല നിർവഹിക്കുന്നത് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ പ്രദീപാണ്. ഞങ്ങൾ BSc ഫാറ്റ്മ കോളേജിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവർ. ഇപ്പോഴും നിരന്തരമായിട്ട് എനിക്ക് കുട്ടികളുടെ ഭാഗത്ത് മാത്രമല്ല, ഞങ്ങള് BSc കാലത്താണ് ഞങ്ങളെല്ലാവരും ഇപ്പോഴും മനസ്സുകൊണ്ട് പഴയ BSc കെമിസ്ട്രിക്കാരാണ്. അതുകൊണ്ടാണ് പുതിയ തലമുറ കുഞ്ഞുങ്ങളെ എനിക്ക് അങ്ങനെ കാണാൻ പറ്റുന്നത്. 30 വർഷത്തെ അധ്യാപന ജീവിതത്തിനിടയിൽ വിവിധ കോളേജുകളിൽ ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം എങ്ങോളം അത് NSS മാനേജ്മെന്റ് എന്റെ സേവനം എല്ലായിടവും കൊടുക്കാൻ വേണ്ടി വിട്ടതാ. സംഘടനാ പ്രവർത്തകർക്ക് അങ്ങനെ ചില നേട്ടങ്ങളുണ്ടല്ലോ ജീവിതത്തിൽ. ഞാനതുകൊണ്ട് സന്തോഷിക്കുകയാണ്. അങ്ങനെ നിരന്തരം കേരളത്തിന് അങ്ങാറ്റം ഓടിച്ചതുകൊണ്ട് എനിക്ക് കേരളത്തിന് അങ്ങാറ്റമുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റി എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ പരിചയപ്പെടാൻ പറ്റി എന്നുള്ളത് ഞാൻ എന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ നേട്ടമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് സംഘടിച്ച് ശക്തരാവുകയും ഇതുകൊണ്ട് പ്രബുദ്ധരാകാനും ഒക്കെ പറഞ്ഞ ഒരു മഹാമനുഷ്യൻ കടന്നുപോയൊരു മണ്ണാണ് മയ്യനാട്. വാസ്തവത്തിൽ ഇറങ്ങി പുറപ്പെടാൻ എനിക്ക് ഒരു ഇഞ്ചും ഓടി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇലക്ഷൻ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തീർക്കാനുള്ള ഒരു 100,000 ഫയലുകൾ മുമ്പിലിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ 8 മണിക്ക് ഓഫീസിൽ വന്ന് അത്യാവശ്യം ഫയൽ തീർത്തിട്ടാണ് ഇന്നലെ രാത്രി 9 മണിക്കാണ് എറണാകുളത്ത് നിന്ന് പാറ്റൂര് വീട്ടിലെത്തുന്നത്. ദേശാമാന്യ പുരസ്കാരം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥയ്ക്ക് ലീലാവ ടീച്ചറിനെ കൊടുത്തതിന് വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു വിജിലൻസ് കേസിനകത്ത് ഒരു മൊഴി കൊടുത്ത് എന്റേതല്ല വകുപ്പായതുകൊണ്ടൊക്കെ വേണ്ടി വരുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന രാത്രിയായി. പിന്നെ കാലത്തെ വളരെ നേരത്തെ ചേച്ചിയുടെ മാതിരി എൻ്റെ 2 ചെറിയ കുഞ്ഞുങ്ങൾ എൻ്റെ ഓടൊപ്പമാണ്. 9 വയസ്സും 7 വയസ്സുമുള്ള എൻ്റെ മകളുടെ കുട്ടികൾ എന്നോടൊപ്പമാണ്. ആദ്യം മുതൽ നടക്കുന്നത് എൻ്റെ കൂടെ തന്നെയാണ് അവര്. അപ്പൊ അവർ എന്തായാലും 7 മണിക്ക് സ്കൂളിലൊക്കെ വിട്ട്, അപ്പൊ നമ്മൾ എത്ര മണിക്കാണ് എനിക്കൊന്ന് കൂടിക്കാറ് അപ്പൊ അവരെ വിട്ടിട്ട് പിന്നെ 8 മണിക്ക് ഓഫീസിലെത്തി. ഓഫീസ് അടുത്തായത് 6 നേരത്തെ കൂടി ഇന്ന് അവർക്ക് ഒരു 34 ഫയലും ഒക്കെ തീർത്തിട്ട് 8:20 നിങ്ങൾ പുറപ്പെട്ടു. ഇവിടെ എത്തി. ശരാശരി കേരളീയ സ്ത്രീയുടെ, മലയാളി സ്ത്രീയുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ. നമ്മളൊക്കെ ശരാശരി മനുഷ്യനാണ്, അതിനപ്പുറത്തേക്കുള്ളവരല്ല. ഞാൻ വളർത്തുന്ന ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. 80-ലെ സ്കൂളിലെ ഏറ്റവും കൂടുതൽ മാർക്കും കൊല്ലം ജില്ലയിലെ ഏതാണ്ട് 3ാമത്തെ മാർക്കും ഒക്കെ വാങ്ങിച്ചു പാസ്സായ ആളാണ്. തൊട്ടപ്പുറത്ത് വളർത്തുന്ന ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലായിരുന്നു എൻ്റെ അമ്മ. ആനന്ദവല്ലി എന്നാണ് പേര്. അമ്മയുടെ അച്ഛനും അമ്മയും അധ്യാപകരാണ്. അമ്മയുടെ അമ്മ നെടുമോലത്ത് മീനാട് സ്കൂളിൽ നിന്ന്, അമ്മ റിട്ടയർ ചെയ്തത് നെടുമോല സ്കൂളിൽ നിന്നാണ്. ദേവകിയമ്മ എന്ന പേര്. ഒരുപാട് വിദ്യാർത്ഥികളെ വീട്ടിൽ ഇരുത്തി പഠിപ്പിച്ച, പണ്ടത്തെ വീടുകളിൽ നീണ്ട ഒരു തൊഴുത്തുണ്ടാവുന്നു. കുഞ്ഞുങ്ങളെക്കാൾ ഏറെ കന്നുകാലികളുള്ള, കുഞ്ഞുങ്ങൾക്കും ക്ഷാമമില്ല കന്നുകാലികൾക്കും ക്ഷാമമില്ല. അതായിരുന്നു അന്നത്തെ പട്ടിണി അകറ്റിയിരുന്നത്. അങ്ങനെ വീട്ടിൽ നീളത്തിലൊരു, നമ്മുടെ വീട്ടിൽ നീളത്തിൽ ആ വീട് എനിക്കാണ്. ഞാനതുകൊണ്ട് ഇടയ്ക്കും തലയ്ക്കും എനിക്ക് നെടുമോളത്ത് വന്നേ കൂടു. 2 വർഷം അമ്മ പോയിട്ട്, അമ്മ പോണവരെ അവിടെ ഉണ്ടായിരുന്നു. മയ്യനാട് എനിക്ക് ആകർഷണം, വളർത്തുന്നതിൽ ഒരുപോലെ ആകർഷണം ഉള്ളതുപോലെ വളർത്തുന്നതിലാണ് ഞങ്ങളെയൊക്കെ മോൾഡ് ചെയ്തത്. നിരുപാധികമായി ആണിനും പെണ്ണിനും ഇറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു വളർത്തുന്നത് ഇൽപ്പെട്ട വളർത്തുകൾ എനിക്കറിയില്ല. അങ്ങനെ ആവാം, അങ്ങനെ മാറാനിടയില്ല. നിരുപാധികമായിട്ട് 3 പെൺകുട്ടികളുള്ള ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് 2 അനിയത്തിമാരുണ്ട്. എന്റെ നേരെ അനിയത്തിനും ആയിരിക്കും അടുത്ത താമസിക്കുന്നത്. ചാരുടെ കൊല്ലത്താണ് തേക്കേണ്ടത്. ഒരു കൊല്ലത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. അതിനിടെ ആള് മായ എന്ന് പറയും, അവനൊരു സ്കൂൾ അധ്യാപികയാണ്. അവര് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പൊ എനിക്ക് വളരെ ഫെമിലിയർ ആയ സ്ഥലമാണ് ഈ സ്കൂള്. എൻ്റെ അച്ഛന്റെ അപ്പൂപ്പന്റെ സ്കൂളാണ്. എന്റെ അപ്പൂപ്പന്റെ പേരിലെ സ്കൂളാണ്. കയത്തിൽ സ്കൂള് VVHS എന്ന് പറയുന്നത് വേലായിട്ടില്ലാന്ന് പറയുന്നത് എൻ്റെ അമ്മൂമ്മയുടെ അച്ഛനാണ്, അച്ഛൻ്റെ അമ്മയുടെ അച്ഛനാണ്. ഈ ഇവിടാണ് ഞങ്ങളുടെ എന്താ പറയാ സ്ഥായിയായ സ്ഥലം എന്ന് പറയുന്നത്. അച്ഛനൊക്കെ വള്ളിക്കാവാണ്, കൊല്ലം വള്ളിക്കാവ്. വള്ളിക്കാവിലെ നിലവിലെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകത്തിലെ പരമപിള്ളയാണ് അച്ഛൻ വെച്ചത്. വേറെ അവിടെയാണ്. അപ്പോ അതുകൊണ്ട് എനിക്ക് ഇതൊന്നും അപരിചിതമായ സ്ഥലമല്ല. ഈ പ്രദേശവും ഈ ഭൂമികയും ഒക്കെ നല്ലോണം അറിയാം. മയ്യനാട് അമ്മയുടെ ഒരുപാട് കൂട്ടുകാരികളുണ്ട്. വളർത്തുന്നൽ ബോയ്സ് സ്കൂളിലെ ഒരുപാട് അധ്യാപകർ, 2 ലീല ടീച്ചർമാരും കുറെ അധികം അധ്യാപകരുണ്ട്. ഒക്കെ അറിയാൻ പറ്റും. എല്ലാവരും ഒരുപക്ഷെ എന്നെ മോൾഡ് ചെയ്തത്, എന്നെ രൂപപ്പെടുത്തിയത് അമ്മയുടെ ചങ്ങാതിമാരായ കൂട്ടുകാരികളായിട്ടുള്ള അധ്യാപകരാണ്. വളർത്തുന്ന ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ കേരളത്തിലെ ഡിഗ്രി ലൈബ്രറികളിൽ ഒന്നാണ്. അവിടുത്തെ ഒരു പുസ്തകവും ഞങ്ങളൊക്കെ പോയതിന് ശേഷമുള്ള പുതിയ പുസ്തകങ്ങളെ വായിക്കാനുള്ളൂ. അവിടുത്തെ പുസ്തകങ്ങളാണ് ആയിരക്കണക്കിന് അവിടുന്ന് പുസ്തകങ്ങളാണ് വെക്കേഷൻ നമ്മൾ എടുത്തത് വായിച്ച് തീർത്തത്. അതിന്റെയൊക്കെ ഗുണം പിൽക്കാലത്ത് എന്റെ ക്ലാസ് മുറികളിൽ എനിക്ക് സഹായമായി. അതുകൊണ്ട് നല്ല പരിചിതമായ ഒരു വരണമെന്നും അല്ലാതെ ഒരുമിച്ച്
വയനാട്ടൊക്കെ വരാൻ വിചാരിച്ചെങ്കിലും വന്നു പറ്റിയത് ഇവിടെയാണേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, രണ്ടും ഒരുപോലെ തന്നെ. അപ്പൊ അങ്ങനെ വയനാടെന്ന് കേട്ടത് വരണമെന്ന് നിശ്ചയ ബുദ്ധിയോടുകൂടി തീരുമാനിച്ചു. ഗംഭീരമായൊരു വിഷയം, എനിക്കിത് വേണമെന്നില്ല, ഇതെനിക്ക് വേണമെന്നില്ല. ഗംഭീരമായൊരു വിഷയം. പെൻഷനൊക്കെ ആയി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ 1990-കളില് LPG നയങ്ങൾ നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ഓർമ്മയുണ്ടാവും, ഇവിടെ ഈ പ്രദേശത്തുള്ളവർക്ക് ബാനർജി സാറിന്റെ ഓർമ്മയുണ്ടാവും. ലീല ടീച്ചറെ, വാളക്കുണ്ടലിലെ ലീല ടീച്ചറെ, മെലിഞ്ഞ ലീല ടീച്ചർ, 2 ലീല ടീച്ചർമാരുണ്ട്. ബാനർജി സാർ, ഞങ്ങളെയൊക്കെ പരിഷത്തിലേക്ക് കൈവരിച്ചു കൊണ്ടുപോയത് CPS ബാനർജി സാറാണ്. അച്ഛൻ്റെ സുഹൃത്തുമാണ്, അച്ഛൻ്റെ അമ്മയുടെ സുഹൃത്തുക്കളാണ്. സാറ് കരുനാപ്പള്ളിക്കാരൻ. അങ്ങനെയാണ് സാറുമായിട്ട് കൂടുതൽ ബന്ധം. എനിക്കൊക്കെ എത്രമാത്രം സ്വാധീനത എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെന്ന് പറയാൻ കഴിയില്ല, അത്രയേറെ. അപ്പൊ അവരൊക്കെ അന്ന് നടത്തിയ സമരങ്ങളും, കേരള സർവകലാശാലയിൽ ഞങ്ങൾ MPhil വിദ്യാർത്ഥികൾ അന്ന് തിരുവനന്തപുരത്ത് നടത്തിയ വലിയ സമരമുണ്ട് 90-കളിൽ. ആഗോളീകരണം വലിയ കമ്പോളം തുറന്നിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ലോകത്തെവിടെയുള്ള വ്യവസായത്തിനും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ടും, ലോകത്തെവിടെ നടക്കുന്ന വാണിജ്യത്തിലും നമുക്ക് ഇടപെടാമെന്ന് പറഞ്ഞുകൊണ്ടും, എല്ലായിടത്തെയും അറിവും എല്ലായിടത്തെയും മൂലധന താല്പര്യങ്ങൾക്കും ഇവിടെയും വലിയ സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് ഘാട്ട് കരാർ ഒപ്പുവയ്ക്കുന്ന വർഷം മറന്നു പോയിട്ടില്ല നമ്മൾ. 90-കളിൽ വലിയ ചർച്ച നടത്തുമ്പോൾ അന്ന് മുതൽ നമ്മൾ അനുഭവിക്കുകയാണ്. വാസ്തവത്തിൽ LPG നയങ്ങളുടെ 4 പതിറ്റാണ്ടൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ദുരിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട്, ഇതിന്റെ അനുഭവാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കല്യാണം എന്നത്, വിവാഹം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. അതിന്റെ വിശദാംശങ്ങൾ, അതിന്റെ നിയമാവലികളും ഒക്കെ ഉണ്ട്. ഈ സ്വർണ്ണമൊക്കെ ഇട്ട് അണിഞ്ഞു നിൽക്കുന്നവർ തന്നെ ആരെങ്കിലും ഒരാൾ പരാതി കൊടുത്താൽ എന്താണെന്ന് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരും. എത്രമാത്രമൊക്കെ ഇത് അങ്ങനെ അങ്ങോട്ടും കൈമാറാമെന്നും, വിവാഹം എന്ന ഉടമ്പടിയിൽ പാലിക്കേണ്ട ചില ജനമര്യാദകൾ ഒരു ഭാഗത്തുണ്ട്, സമൂഹത്തിന്റെ സുജനമര്യാദകൾ ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് നിയമം അനുശാസിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെ ചുറ്റിപ്പറ്റി. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ നിയമത്തിനൊരു കുറവില്ല. നിയമത്തിനൊക്കെ ധാരാളം നിയമങ്ങളുള്ള നാടാണ് നമ്മുടെ നാട്. നമ്മുടെ അങ്ങനെയാണ്. നേരത്തെ ഭരണഘടന വായിച്ചത് അർത്ഥവത്താണ്. ഭരണഘടന നമുക്ക് ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രൂപപ്പെടുത്തിയ ജനോപകാരപ്രദമായ നിയമങ്ങളൊക്കെ വെല്ലുവിളിക്കപ്പെടുന്ന ഒരു കാലത്താണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥയുടെ മറപറ്റി എങ്ങനെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസം എങ്ങനെയാണ് കൺകറൻസിലേക്ക് വന്നത് എന്നുള്ളത്, അതിന്റെ ചർച്ചയാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് 30 കൊല്ലത്തോളം അധ്യാപന സംഘടനാ രംഗത്തും ഒക്കെ പ്രവർത്തിച്ച ആളെന്ന നിലയിൽ ഞാൻ എങ്ങനെ അതിസംതൃപ്തിയോടുകൂടിയാണ് ഈ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചില വയ്യാവേലികൾ തലയിൽ വെച്ചേ കൂടുള്ളൂ, അല്ലെങ്കിൽ നിവൃത്തിയില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 4 ഇയർ കോഴ്സ് നടപ്പാക്കിയില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. 4 ഇയർ കോഴ്സ് നടപ്പാക്കിയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബിരുദമൊരു പ്രയോജനമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊരു ബിരുദവുമായിട്ട് പുറത്തിറങ്ങുമ്പോൾ ഈ ലോകത്തെവിടെയുള്ള തൊഴിലിടങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ ഭാവിയിൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടൊരു പ്രയോജനമില്ലാത്തതായി മാറും. നിവൃത്തികേടാണ്. അങ്ങനെ ഈ അൺഅവോയ്ഡബിൾ ഡിസാസ്റ്റേഴ്സിനെ വരെ നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്ന ഒരു കാലത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തെരഞ്ഞെടുത്ത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ അച്ഛന്റെ വിവാഹം നടന്നത് ആനന്ദവല്ലീശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹാളില് ഒരു വലിയ നീണ്ട കാലത്തെ ഇഷ്ടത്തിനൊക്കെ ശേഷം കല്യാണം കഴിച്ചില്ല. അച്ഛൻ ഇങ്ങനെ കാത്തു നിന്ന് അതിന്റെ കഥയൊക്കെ അനുഭവ ഉദ്യോഗസ്ഥനെ അച്ഛന്റെ പ്രൊഫഷൻ നീണ്ടുവാൻ കാരണം അമ്മയെ കാണാൻ ഇങ്ങനെ കത്താനല വന്ന് നിന്ന് വീഡിയോ എടുത്തിട്ടാന്ന് പറഞ്ഞ എനിക്കറിയാം. അച്ഛന്റെ ഡയറി വായിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെപ്പോഴും പറയും അച്ഛൻ്റെ കാലത്ത് പൊലിഞ്ഞു പോയാണ്. 56-57 വയസ്സായപ്പോൾ അച്ഛൻ പോയി. അമ്മ 82 വയസ്സ് ജീവിക്കുന്നു. അപ്പൊ അമ്മ റിട്ടയർ ചെയ്തപ്പോ ആളുകൾ സ്കൂളിലെ ടീച്ചേഴ്സിന് അറിയാം. അമ്മ റിട്ടയർ ചെയ്തപ്പോ അമ്മയുടെ കൂട്ടുകാരികൾ ചോദിച്ചു 3 പെൺകുട്ടികളാണ്. അപ്പൊ എന്റെ മാത്രം കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, ഞാൻ മാത്രമേ സർവീസിൽ പ്രവേശിച്ചിട്ടുള്ളൂ, പിന്നെ 2 ആളാണ് പഠിക്കാൻ. അപ്പോ പെൺകുട്ടികളായതുകൊണ്ട് സങ്കടമുണ്ടോ? അതുകൊണ്ട് അമ്മ ദീർഘകാലം ആൺകുട്ടികളുടെ സ്കൂളിലാണ് പഠിപ്പിച്ചത്. അപ്പൊ അമ്മ കാരണം ചോദിച്ചു, ബോയ്സ് സ്കൂളിൽ തന്നെ പഠിപ്പിച്ചു, അതുകൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോ ഞാനിത് ഡയറിയിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. അമ്മയുടെ അന്ന് യാത്ര പറഞ്ഞിട്ട് അമ്മ വീട്ടിൽ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങളെപ്പോലെ 3 പെൺകുട്ടികളുടെ കൂട്ടത്തിൽ 2 പെൺകുട്ടികളെ കൂടെ കിട്ടിയാൽ നിങ്ങളെപ്പോലെ ആയിരിക്കും. നിങ്ങളെപ്പോലെയുള്ള 2 പെൺകുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ശക്തി ആയാലേ എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ഇപ്പൊ അഭിമാനത്തോടെ ആലോചിക്കുന്നത്. അമ്മയുടെ ഡയറി ഇപ്പോഴും നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വൈകുന്നേരത്ത് വന്നിട്ട് ആ ശീലം ഞങ്ങൾക്കൊക്കെ പറഞ്ഞു വരുന്നത് ലോകത്തിന്റെ വലിയ കമ്പോളം നമുക്ക് തുറന്നു തന്ന, ലോകത്തിന്റെ മഹാ അറിവുകൾ നിങ്ങളുടെ അടുക്കളയിലേക്ക് കൂടി വരുന്നു, നിങ്ങളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ട് നമ്മുടെ അടുക്കളയിൽ കൂടി ഒരു കയറി വരുന്നതാണ്. അങ്ങനെ നമ്മുടെ അടുക്കള പോലും കീഴടക്കി, നമ്മുടെ തൊലിയെ കീഴടക്കി, നമ്മുടെ മസ്തിഷ്കത്തെ കീഴടക്കി, അങ്ങനെ എല്ലാ തരത്തിലും വിപണി, വാണിജ്യം, വ്യവസായം നല്ലതാണ്. ഇതൊക്കെ വേണ്ടതല്ല, ഇതൊക്കെ നല്ലതാണ്.
പക്ഷെ ഇതൊക്കെ നിരുപാധികമായിട്ട് യാതൊരു തരം നിയന്ത്രണങ്ങളുമില്ലാതെ, യാതൊരു തരം പരിശോധനകളുമില്ലാതെ ഇങ്ങനെ നിരുപാധികം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന്റെ തിക്തഫലങ്ങളാണ് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത്. ആദ്യം കമ്പോളം എങ്ങനെയാണ് ഏത് ഉൽപ്പന്നം ഉണ്ടാകും? കെയ്ൻസിന്റെ സിദ്ധാന്തമാണ്. ആഡം സ്മിത്തിനെ കൈവഴി നമ്മൾ കെയ്ൻസിനെ കൈയെടുത്തപ്പോ, എക്കണോമിക്സ് പഠിച്ചിട്ടുള്ളവർ ഓർക്കുന്നുണ്ടാവും. കെയ്ൻസിനെ കൈയേറ്റപ്പോ നിങ്ങൾ ഉത്പാദിപ്പിച്ചുകൊള്ളൂ, ഇഷ്ടംപോലെ നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളൂ, വാങ്ങാൻ ആളുണ്ടാവും, ഇങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരങ്ങളിൽ കാണില്ലേ സന്ധ്യാവന്തരങ്ങളെല്ലാം ഇപ്പൊ എവിടെയായിട്ട് പാനീയം വിൽക്കുന്ന നിർമ്മാണ കടകളിലേക്ക് സന്ധ്യാവന്തരം നടത്തുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. എന്തരച്ചടക്കമാണ്. തങ്ങൾക്ക് തള്ളോ ഉണ്ടോ ഒന്നും ഇല്ലാതെ എല്ലാവരും വളരെ ഭംഗിയായിട്ട് ക്യൂ നിന്ന് അറിയാൻ പോകുന്നിടത്ത് വേണമെങ്കിൽ ഞാൻ മുമ്പേ നിൽക്കുന്ന എന്റെ കുട്ടിക്ക് വേഗമാണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തല്ലുകൊടുക്കും. പക്ഷെ ഇവിടെ തല്ലുമഴക്കം ഒന്നുമില്ലാതെ എത്ര ശാന്തരായിട്ട് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് എങ്ങനെ സംഭവിച്ചു? അക്ഷയ തൃതീയയിൽ മാത്രം നമ്മൾ പൊന്നു മേടിക്കാൻ ഓടുന്നവരെ നമ്മൾ എങ്ങനെ മാറി? ഞാൻ പറഞ്ഞു കഴിഞ്ഞത്, എന്റെ അമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു ചെയിൻ, 2 കുഞ്ഞു വളകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. 2 കുഞ്ഞു വളകൾ, ഒരു ചെറിയ മോതിരം. അധ്യാപികയായിരുന്നു, 5 കൊല്ലം സർവീസ് കയറി 5 കൊല്ലം അമ്മ കല്യാണം കഴിക്കാതിരുന്നത് അമ്മയുടെ അനുജന്മാർ പഠിക്കുന്നു. അമ്മയുടെ അമ്മ 28 വയസ്സ് വിധവായ അമ്മൂമ്മയുടെ ശമ്പളം കൊണ്ട് മാത്രം ഇളയത്തുങ്ങളെ പഠിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് തൊട്ട ഇളയ അനുജൻ PhD സബ്മിറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് കല്യാണം കഴിക്കുമെന്ന് നമ്മുടെ തീരുമാനമായി. ഇക്കാലത്തെ പെൺകുട്ടികൾ ഞങ്ങൾക്ക് വേണ്ടേ ഈ കല്യാണം എന്ന് പറഞ്ഞതും അതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ തലമുറ അവരവരുടെ വീടുകളിലെ വലിയ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടാണ് ലീലാ ടീച്ചർ പറയുണ്ടായിരുന്നു. ലീലാ ടീച്ചർ 31 കോളേജിൽ കയറി 6-7 കൊല്ലം കഴിഞ്ഞിട്ടാണ് ടീച്ചർ കല്യാണം കഴിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഇളയത്തുങ്ങളെയൊക്കെ നോക്കണം, കല്യാണം കഴിക്കാത്ത ചിറ്റയെ നോക്കണം. അത് കഴിഞ്ഞ് മേനോമാഷ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ മേനോമാഷ കല്യാണം കഴിക്കാത്ത അപ്പച്ചിയെ നോക്കണം. ഈ അടുത്ത കാലം വരെ വീട്ടിലുള്ള 3 അംഗങ്ങളെ കൂടി നോക്കിയിട്ടാണ് ടീച്ചർ ജീവിച്ചു പോരുന്നത്. അത് ആ തലമുറ നമുക്കൊക്കെ ഓർമ്മയുണ്ട്. നമ്മുടെ കഴിഞ്ഞ തലമുറ പക്ഷെ നമുക്കൊക്കെ ഉണ്ടായിരുന്നു ചെറിയ അത്ര ഉത്തരവാദിത്തങ്ങൾ. പക്ഷെ ഇക്കാലത്തെ പെൺകിടാങ്ങൾ നിങ്ങൾക്ക് വിവാഹമേ വേണ്ട എന്ന് പെൺകിടാങ്ങൾ തീരുമാനിക്കുന്നിടത്ത്, അങ്ങനെ തീരുമാനിച്ച പെൺകിടാങ്ങൾ പണ്ടും ഉണ്ടായിരുന്നു. ജാനകി അമ്മ എന്ന ബോട്ടണിസ്റ്റ്, എന്ന സയന്റിസ്റ്റ് കല്യാണം കഴിക്കാൻ മറന്നുപോയി. അത് നമ്മുടെ നാട്ടിലെ 1962 കിളികൾ പാടുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞ റേച്ചൽ കർസൺ എന്ന പാട്ടുകാരിയായിട്ടുള്ള എഴുത്തുകാരിയായിട്ടുള്ള സയന്റിസ്റ്റ്, സോളജിസ്റ്റ് ആണ്. അവര് 43 വയസ്സായപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ഡേറ്റിംഗ് നടത്തിയിട്ടില്ല, എനിക്കൊരു ചങ്ങാതിയില്ല, എനിക്കൊരു ബോയ് ഫ്രണ്ടും ഇല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് അവർ ഓർക്കുന്നത് 14 വയസ്സ് കഴിഞ്ഞിട്ടാണ്. മറന്നുപോയി. ഗവേഷണത്തിന് കേരളത്തിലുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള. മുതുകുളം പാർവതിയമ്മ എന്ന പഴയൊരു അധ്യാപികയുണ്ട്, മറന്നുപോയി. സബർമതി ആശ്രമത്തിലൊക്കെ പോയി ഗാന്ധിജിയൊക്കെ കണ്ട് ലളിത ജീവിതം എങ്ങനെയെന്നും അധ്യാപിക എങ്ങനെയായിരിക്കണമെന്നും ഒക്കെ പഠിച്ചിട്ട് കേരളത്തിൽ വന്നിട്ട് ഒരു അധ്യാപികയായിട്ട്, ഹിന്ദി അധ്യാപികയായിട്ട് ജോലിയെടുത്ത മുതുകുളം പാർവതിയമ്മയുടെ ക്ലാസ് മുറികളിലേക്ക് വിപ്ലവകാരികളായ വിദ്യാർത്ഥികളെ പിടിക്കാൻ പോലീസുകാർ ചെന്ന് കയറുമ്പോൾ ക്ലാസിന്റെ മുറിയിൽ നിവർന്നു കിടന്ന ഒരു മുതുകുളം പാർവതിയമ്മയുണ്ട്, മറന്നുപോയി കല്യാണം കഴിക്കാൻ. കെ.സരസ്വതി അമ്മ എന്ന എഴുത്തുകാരി കല്യാണം വേണ്ടെന്ന് വെച്ചിട്ടാണ്. എഴുത്ത് മാത്രമല്ല, ഒരു ഓഡിറ്ററായിരുന്നു, ഒരു ഉയർന്ന ജീവനക്കാരിയായിരുന്നു. പക്ഷേ ഇത്രയും വലിയ എഴുത്തൊക്കെ എഴുതി അവര് അന്നത്തെ പ്രമുഖമായ പത്രം 1985 നവംബറിൽ അവർ മരിക്കുമ്പോൾ പത്രം എഴുതിയത് കെ.സരസ്വതി അമ്മ എന്ന ഓഡിറ്റർ, പാൽക്കുളങ്ങര സരസ്വതി അമ്മ എന്ന ഓഡിറ്റർ മരിച്ചുപോയിന്നാണ്. മലയാളങ്ങളുടെ ഏറ്റവും വലിയ എഴുത്തുകാരി. പറഞ്ഞു വെക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതം അക്കാലത്തുണ്ടായിരുന്നു. വിവാഹം എന്ന സ്ഥാപനത്തെ സംബന്ധിച്ച്, വിവാഹം എന്ന സ്ഥാപനം എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ചിന്തയുള്ള സ്ത്രീകൾ 19ാം നൂറ്റാണ്ടിന്റെ ആദ്യമായി ഉണ്ടായിരുന്നു. അത് നമ്മൾ കാണേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇക്കാലത്തെ കുഞ്ഞുങ്ങൾ ഇത് വേണ്ടെന്ന് വെച്ചിട്ട് ഈ തടവറ വേണ്ട എന്ന് വെച്ചിട്ട് അവര് സ്വതന്ത്രരായി? നമ്മൾ അങ്ങനെയാണല്ലോ പറയുക. കല്യാണം വേണ്ടെന്ന് വെച്ചിട്ട് ഉള്ള സ്വതന്ത്രം എന്നാണ്. എന്ത് സ്വാതന്ത്ര്യം ഉള്ളതെന്ന്? സർവതന്ത്ര സ്വതന്ത്രത എന്നൊന്നില്ല, സ്വതന്ത്രത എന്നൊന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ഈ താലിയുടെ ചിറകുണ്ടല്ലോ, കെട്ടുതാലി എന്നാണല്ലോ പറയുന്നത്, അക്ഷരാർത്ഥത്തിൽ കെട്ടുതാലിയാണ്. ഇതാണ് ഒരാളിന്റെ നിർണ്ണയിക്കുന്നത് എന്ന് ധരിച്ച് വശായി പോയ ഒരു സമൂഹമായി നമ്മൾ എന്നാ മാറിയെന്ന് ആലോചിക്കണം. എന്റെ അമ്മയുടെ കല്യാണക്കാലത്തോ അതിന്റെ അടുത്ത തലമുറയുടെ കല്യാണക്കാലത്തോ എന്റെ അമ്മാവന്മാരുടെ കല്യാണത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞങ്ങളുടെയൊക്കെ കല്യാണക്കാലം ആയപ്പോഴത്തേക്ക് കമ്പോളം വിവാഹത്തിൽ കീഴ്പ്പെട്ടിട്ട് ഞാൻ അടക്കമില്ല തലമുറയുടെ വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കമ്പോളം കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോ സ്ത്രീയുടെ പദവി 19ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്തായ മനുഷ്യൻ എഴുതി വെച്ചത് ഒരു സംസ്കാരത്തിന്റെ മാവിനി, ഒരു പ്രദേശത്തിന്റെ സംസ്കാരം എങ്ങനെയെന്ന് അളന്നു നോക്കുന്നത്, അത് ഊഷ്മപാവനിയിൽ ഊഷ്മ വളക്കുന്നത് പോലെ അളന്നു നോക്കുന്നത് അവരുടെ സ്ത്രീകളുടെ അവസ്ഥയാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും നിർവഹിച്ചിരിക്കുന്നത് സ്ത്രീ കേന്ദ്രിതമായിട്ടാണ്. പെണ്ണിനെ കേന്ദ്രീകരിച്ച എല്ലാം തോന്നുന്നുണ്ടോ? ഇല്ല. ചെക്കനൊരു വലിയ മാലയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. 5 പവൻ മുതൽ 10 പവൻ വരെയൊക്കെ ആയാലും രൂപ എത്രയാണെന്ന് അറിയാം. അതൊക്കെ നമ്മൾ കൊടുക്കും. ഇങ്ങനെയാണല്ലോ. നിനക്ക് കൊടുത്ത് ഇങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിട്ട്
അങ്ങനെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ ഇണബന്ധം എന്നത് ലോകത്തെ ഏറ്റവും മനോഹരമായ മനുഷ്യബന്ധമാണ്. മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും സാർത്ഥകവും ഏറ്റവും സ്നേഹപൂർണവും ഏറ്റവും പാരസ്പര്യവും ഉണ്ടാകേണ്ടുന്ന, പരസ്പരം അറിയുകയും ചെയ്യേണ്ടുന്ന ബന്ധം വാസ്തവത്തിൽ ഇണബന്ധമാണ്. ഇണബന്ധമാണ് വളരെ ഭംഗിയായിട്ട് സാമൂഹ്യ ചരിത്രകാരന്മാർ നിർവഹിച്ചു വെച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നമുക്കൊക്കെ അറിയാം എവിടെയാണ് അതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നാൽ ആ ഇണബന്ധം ഏറ്റവും വലിയ അടിമ ഉടമ ബന്ധമായിട്ട് മാറിയത് എന്നാണ് എന്ന് നമ്മൾ അറിയാം. ഒന്നാം വ്യവസായ വിപ്ലവത്തിന്റെ കാലത്താണ് ഈ മുതലാളിത്തം നമുക്ക് ഒരുപാട് കോഴ്സുകൾ ഉണ്ടാക്കുന്നത്. മുതലാളിത്തം ഉണ്ടാക്കി തന്ന കോഴ്സുകളാണ് തൊഴിലിടങ്ങളിലേക്ക് പെണ്ണെത്തുന്നത്. സ്ത്രീയെ ധാരാളത്തിന്റെ വലിയ മുഖം ഉണ്ടാകും. സ്ത്രീയുടെ തൊഴിൽ സമയത്തിന് നിജപ്പെടുത്താൻ കഴിയാതെ അവർക്ക് എങ്ങനെ ഈ 8 മണിക്കൂർ പണി, 8 മണിക്കൂർ വിശ്രമം എന്നുള്ളതൊന്നും ഇല്ലാതെ തരത്തിലേക്ക് സ്ത്രീയുടെ ചൂഷണം, തൊഴിൽ രംഗത്തെ ചൂഷണം വരികയും വലിയ രീതിയിൽ സ്ത്രീകൾ സംഘടിക്കുകയും സമരം ചെയ്യുകയൊക്കെ ചെയ്തത് നമുക്ക് ചരിത്രമാണ്. നമ്മൾ മാർച്ചൊക്കെ ഇപ്പൊ ആഘോഷമാണല്ലോ. വാസ്തവത്തിൽ മാർച്ചൊക്കെ ആചരിക്കുകയാണ് എന്റെ അഭിപ്രായം. ഒരുപാട് സ്ത്രീകൾ അവരുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് നേടിയെടുത്ത് തന്ന വലിയൊരു തൊഴിലവകാശത്തിന്റെ കൂടി ദിവസമാണ് മാർച്ചെട്ട്. സ്ത്രീയുടെ അവകാശത്തിന്റെ മാത്രമല്ല, തൊഴിലവകാശത്തിന്റെ കൂടി ദിവസമാണ്. 1862 കാൾമാർക്സ് ഒരു പത്രം വായിച്ചുകൊണ്ട് ലണ്ടൻ ടൈംസിൽ വന്ന ജൂൺ 16-ാം തീയതി, അന്നത്തെ ജൂൺ 16-ാം തീയതി 1862 വന്ന ഒരു പത്രവാർത്തയാണ് വാസ്തവത്തിൽ പിൽക്കാലത്ത് നമ്മുടെ ഈ പറഞ്ഞ ഈ സ്ത്രീ ദിനം, നമ്മുടെ വനിതാ ദിനം ഉണ്ടല്ലോ, മാധ്യമങ്ങളൊക്കെ ഇപ്പൊ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സർവാഭരണ വിഭൂഷിതയായ സ്ത്രീകളെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിസ്മയയുടെ മരണ വാർത്ത പ്രസിദ്ധീകരിച്ച പത്രം വിവാഹ ദിനത്തിൽ ആ കുട്ടി അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ സർവാഭരണ വിഭൂഷിതയായ ഒരു കുട്ടിയാണ്. വാസ്തവത്തിൽ അത് കൊലപാതകം ഇല്ലയോ ഒക്കെയുള്ള വിഷയം വേറെ നിൽക്കട്ടെ, അത് നിയമജ്ഞന്മാർ പറയുകയും അന്വേഷിക്കുകയും കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യും. ഞാൻ അതിനെ നമ്മൾ കൊലയ്ക്ക് കൊടുത്തു എന്ന് നമ്മൾ ശുദ്ധ മലയാളി പറയുന്ന വാക്ക് പറയാനാണ് എനിക്കിഷ്ടം. കൊലയ്ക്ക് കൊടുത്തു, കൊലപാതകമാണ് നമുക്ക് പറയാൻ അറിയില്ല, പക്ഷെ അതിനെ കൊലയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ്. എന്തുകൊണ്ട് പ്രൊഫഷണൽ ബിരുദധാരിയായ പെൺകിട അതിന്റെ ഉള്ളിൽ പോലും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോധ്യം എന്താണ്? ഇത്രയധികം കൊടുത്തുകൊണ്ട് എവിടെയെങ്കിലും താൻ എത്തിച്ചേരേണ്ട വെറും ഉരുപ്പടി മാത്രമാണെന്നും, അങ്ങനെയാണ് വ്യവസായ സമുദായത്തിൽ എത്താനുള്ള ഒരു ഉരുപ്പടി മാത്രമാണ് പെണ്ണ്. അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് എന്റെ അമ്മയുടെയൊക്കെ ജീവിതകാലം എനിക്ക് അവരുടെ ഡയറികളിൽ നിന്നും അവർ പറഞ്ഞ് എനിക്ക് നല്ലോണം അറിയാം. എന്റെ അമ്മമ്മ 21 വയസ്സിലാണ് വിവാഹിതരാകുന്നത്. 98 വയസ്സിൽ മരിക്കുമ്പോഴും അവർ പറഞ്ഞ അവരുടെ ഏറ്റവും വലിയ വർത്തമാനമായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്, അവർ ക്വാളിഫൈഡ് ആണ്, SLC ഒക്കെ കഴിഞ്ഞ് ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ് അവർ ജോലിക്ക് കയറി 2 കൊല്ലം കഴിഞ്ഞിട്ട് അവരെ പോലെ ഒരാളെ കല്യാണം കഴിക്കും. കിട്ടാൻ വലിയ പ്രയാസം. എത്ര കാലം മുമ്പാന്ന് ആലോചിച്ചോളൂ, എത്ര കാലം മുമ്പാണ് അങ്ങനെ ഒരാളെ കാണാൻ കാത്തിരുന്നു. അതുപോലെ അന്ന് സർക്കാർ സ്കൂളുകളിൽ നേരിട്ടാണ് ഹെഡ്മാസ്റ്റർമാരുടെ നിയമനം എന്നുള്ളത് കൊണ്ട് ശങ്കരമംഗലം സ്കൂളിൽ ഹെഡ്മാസ്റ്ററായിട്ട് നിയമിക്കപ്പെട്ട രാഘവപിള്ള സാർ എന്നൊരാളുണ്ട് എന്ന് അധ്യാപക സുഹൃത്തുക്കൾ വഴി കഴിഞ്ഞ് അമ്മാവന്മാർക്ക് കൂടി അങ്ങനെ ആലോചിച്ചിട്ടാണ് അതുപോലെ ഒരാളെ കല്യാണം കഴിക്കുള്ളൂ എന്ന് തീരുമാനിച്ച് കല്യാണം കഴിക്കുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടെന്ന് ഞാനിപ്പോ പറയും. കഴിഞ്ഞ 1900-ന്റെ ആദ്യഘട്ടത്തിലെ കഥകളാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള കേരളം, അങ്ങനെയുള്ള നമ്മുടെ നാട് ലോകത്തെവിടെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അവിടെ നിന്ന് എങ്ങനെയാണ് നമ്മള് ഈ പെണ്ണിന്റെ തുല്യ തൂക്കം ഏതാണ്ട് 45-55 കിലോ മുതൽ അങ്ങോട്ടായിരിക്കുമല്ലോ. എനിക്കൊക്കെ അത്ര ഉണ്ടായിരുന്നു, എനിക്ക് മെലിഞ്ഞു ഉണങ്ങിയതായിരുന്നു. അങ്ങനെയുള്ള പെൺകിടാങ്ങള് അവരുടെ തൂക്കത്തിന് ഇരട്ടി മുതല് തുലാസിന്റെ മറുകത്തിൽ വെച്ചുകൊണ്ട് മാത്രം വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കടക്കുന്നത്, ആ സമ്പ്രദായത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ നല്ലോണം ആലോചിച്ച് നോക്കണം. അതിന്റെ ഇനി അറ്റത്ത് മാത്രമാണ് ഇത് വരുന്നത്, സ്വർണം വരുന്നത്. സ്വർണം ഇപ്പൊ പ്രലോഭനീയമാകുന്നത്, മഞ്ഞലോഹം പ്രലോഭനീയമാകുന്നത് നമ്മൾ മാത്രം വിചാരിച്ചിട്ടല്ല. ഇത്ര വിലയേറി കേരളത്തില് അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്നത് ലൈബ്രറികളോ സ്കൂളുകളോ മാത്രമല്ല, അത് രണ്ടും വികസിച്ചു വരുന്നുണ്ട്. അത് ഗുണഫലമാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് നമ്മൾ നോക്കിക്കോളൂ, എറണാകുളത്തേക്ക് നമ്മൾ പ്രവേശിക്കുമല്ലോ, പാലം കഴിഞ്ഞിട്ട് പ്രവേശിച്ചാൽ ബോട്ട് ചെട്ടി എത്തുന്നത് വരെ ഞാൻ ഇന്നലെ ആദ്യം ഒന്ന് എണ്ണാൻ തുടങ്ങി, പിന്നെ എന്റെ എണ്ണത്തിൽ നിന്നില്ല. അത്രയ്ക്ക് ചുണ്ടറിയല. ഒരു സമൂഹം വികസിക്കുമ്പോൾ വ്യവസായം വാണിജ്യം വികസിക്കും. തർക്കമൊന്നും വേണ്ട, വരട്ടെ, ഏത് ലോഹം ഉണ്ടാകട്ടെ, അതിനെക്കൊണ്ട് വേറെ വേദനകളുണ്ട്. അത് വേണ്ട വിധത്തിൽ അവിടെ വെച്ചാലേ ഇതിന്റെ നോട്ടടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് റിസർവ് ബാങ്കിൽ അത് റിസർവ് ആയിട്ട് ഇരുന്നോട്ടെ, നമ്മുടെ കയ്യിൽ വല്ല ഉണ്ടെങ്കിൽ നമ്മൾ റിസർവ് ആയിട്ട് ഇരുന്നോട്ടെ, എത്ര കാലം എന്ന് കണ്ടോണം. ഇന്നലെ സന്തോഷ്, ഞങ്ങളുടെ അധ്യാപക സംഘടനയുടെ പ്ലാനിംഗ് ബോർഡിൽ അംഗമായിട്ടുള്ള ഡോക്ടർ സന്തോഷിന്റെ ഒരു വിഷ്വല് നമ്മൾ ഇന്നലെ കണ്ടു. അധികം വൈകാതെ 50,000-ലേക്ക് താഴെ വന്നു. ഈ 1,00,000-നടുത്ത് രൂപ കൊടുത്തുകൊണ്ട് ഇപ്പൊ വാങ്ങിയവരാരാണ്? എന്റെ അനിയനും ഈ ഓഡിറ്റേഴ്സാണ്.
ഇവര് ഓരോ നിമിഷവും നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ഇതിനെ കയറി ഭ്രമിക്കാതിരിക്കാൻ. എനിക്കത് പറഞ്ഞു തരുന്നത് കുട്ടികളോട് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവിടെ പോകുമ്പോൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കില്ല. എന്റെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ അങ്ങനെ ആക്കി കഴിഞ്ഞു. അങ്ങനെ ആകാൻ കാരണം 70കളുടെ 60കൾക്ക് ശേഷമൊക്കെ നമ്മൾ കാണേണ്ടത് 50കൾ 60കൾക്ക് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അത് സ്വർണത്തിനോടുള്ള ഭ്രമം എന്നതോ വിവാഹ കമ്പോളത്തിലെ ഈ ഭ്രമങ്ങൾ എന്നുള്ളതോ വിവാഹ ആർഭാടം എന്നുള്ളതോ ഇപ്പൊ പൊട്ടിമുളച്ച ഒന്നല്ല എന്നും, ആദ്യം എനിക്ക് വെക്കാനുള്ള ആശയം അതാണ്. അതൊന്നും പൊടുന്നനെ ഉണ്ടായ ഒന്നല്ല എന്നും, നമ്മളൊരു കമ്പോള സമൂഹമായി മാറി തീർന്നതിന് ശേഷം കേരളം അങ്ങനെയല്ലല്ലോ. കേരളം വലിയ ഭൂവുടമകളിൽ നിന്ന് എന്നിട്ടത്തെ കൈയൊഴിഞ്ഞ് എന്നിട്ടത്തെ ഇല്ലാതാക്കി പൊതു സ്കൂളുകളിലേക്ക്, പൊതുവിതരണ സമ്പ്രദായത്തിലേക്ക്, നമുക്ക് എല്ലാവർക്കും പഠിക്കാവുന്ന സ്കൂളുകളിലേക്ക് അമ്മയും അമ്മയുടെ 4 അനുജന്മാരും പഠിക്കാൻ കഴിഞ്ഞത് വാസ്തവത്തിൽ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടും കേരളത്തിൽ ഫീസ് കൊടുക്കാതെ 10ാം തരം വരെ പഠിച്ചു പോവുകയും പിന്നെ ഫീസ് കൊടുത്തുകൊണ്ട് കോളേജിലൊക്കെ പോയി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അമ്മ സ്കൂളിലും അമ്മയുടെ 4 സഹോദരങ്ങളും കോളേജ് അധ്യാപകരായിട്ട് മാറിയത്. ഇത് തർക്കമില്ല. അമ്മയ്ക്ക് കിട്ടുന്നത് 14 രൂപയാണ് ശമ്പളം. ഞങ്ങൾക്ക് ഡയറി സൂക്ഷിച്ചിട്ടുണ്ട്. 14 രൂപ ശമ്പളമുള്ള അമ്മയ്ക്ക്, ഒരാളെ ഉള്ളൂ, മരിച്ചുപോയി, ഹസ്ബൻഡ് മരിച്ചുപോയി. 14 രൂപ ശമ്പളമുള്ള അമ്മ 16 രൂപ മാസം ഫീസ് അടയ്ക്കാൻ വേണം. തേങ്ങ ഒറ്റിവെക്കും, അല്ലെങ്കിൽ പൊന്ന ഒറ്റിവെക്കും, അല്ലെങ്കിൽ കുരുമുളക് ഒറ്റിവെക്കും. കുരുമുളകുണ്ടല്ലോ, നല്ലോണം കുരുമുളകുണ്ട്, അത് ഒറ്റിവെക്കും. അവസാനം ഇതൊക്കെ ഒറ്റിവെച്ച് ഇല്ലാതായപ്പോൾ പിന്നെ പുരയിടങ്ങളും നിലങ്ങളൊക്കെ ഒറ്റിവെക്കേണ്ടത്. പലതും കൈവിട്ടു പോയി, തിരിച്ചെടുക്കാൻ പറ്റാതായപ്പോൾ കൈവിട്ടു പോയി. പക്ഷെ മരിക്കുവോളം അമ്മമ്മ ഭയങ്കര സന്തുഷ്ടയായിരുന്നു. അമ്മമ്മ പറഞ്ഞത് എൻ്റെ കയ്യിൽ PhD മുതൽ താഴോട്ടുള്ള ഒരുപിടിയായ സർട്ടിഫിക്കറ്റുകളും 5 സർക്കാർ ഉദ്യോഗസ്ഥരും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് അതിലും വലിയ ഒരു പുരയിടവും പറമ്പും ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അമ്മയ്ക്ക് അമ്മയുടെ മറ്റു സഹോദരങ്ങളൊക്കെ ഒരുപാട് ആസ്തിയും സമ്പന്നരായിട്ടൊക്കെ ജീവിക്കുമ്പോൾ ഇവര് ഓരോന്നും ഇല്ലാതാക്കി. അമ്മയെ ചീത്ത വിളിച്ചായിട്ട് കേട്ടിട്ടുണ്ട്. ഭർത്താവില്ലാത്തപ്പോൾ അങ്ങനെയാണല്ലോ, പിന്നെ കുറച്ചുകൂടി എളുപ്പമാണ്, എല്ലാവർക്കും ഭരിക്കാൻ എളുപ്പമാണ്. ഒരാൾ എടുക്കേണ്ട, രണ്ടാൾ എടുക്കേണ്ട തീരുമാനം പിന്നെ ഒരുപാട് പേര് കൂടിയല്ലേ എടുക്കുക. അപ്പോ അങ്ങനെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ പറഞ്ഞു വെക്കുന്നത് ആ കാലത്ത് നിന്ന് ഈ പറഞ്ഞ കേരളം നേടിയെടുത്ത നേട്ടങ്ങളുടെ നവോത്ഥാനത്തിലൂടെ കേരളം നേടിയെടുത്ത നേട്ടത്തിൽ ഒക്കെയാണ് ഈ വാണിജ്യസാറിന്റെ ലീല ടീച്ചർ ഞങ്ങളുടെ മുമ്പിൽ മാതൃകയാണ്. ഞങ്ങൾക്ക് സ്വർണത്തിനോട് ഭ്രമമില്ലാതാക്കിയത് ടീച്ചറാണ്. ഒരു തരി പൊന്നിടാതെയാണ് ലീല ടീച്ചർ സ്കൂളിൽ വരുന്നത്. ഒരു തരി പൊന്നിടാതെ. ടീച്ചറോളം അറിവുള്ള ഒരാളെ വേറെ കണ്ടിട്ടില്ല. ടീച്ചറുടെ ഏറ്റവും വലിയ ആഭരണം അവരുടെ അറിവ്. ഏറ്റവും വലിയ ആഭരണമാണ്. നമ്മുടെ പെൺകുഞ്ഞുങ്ങളോടും നമ്മുടെ ആൺകുഞ്ഞുങ്ങളോടും ഇപ്പൊ പറയുന്നത് റിട്ടയർ ചെയ്ത് അവരുടെ കല്യാണം കഴിഞ്ഞ് അവരുടെ മക്കളെ കല്യാണം കഴിഞ്ഞിട്ടതേ ഇപ്പൊ ന്യായമൊക്കെ വന്നിരിക്കുന്നു എന്ന് പറയും. നമ്മളെ കുറിച്ച് ബോധം ഉണ്ടാവാൻ ഏതോ പ്രായത്തിലുണ്ടാവാൻ നമുക്ക് ബോധ്യപ്പെടുത്തൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ നമ്മളൊക്കെ ഇതൊക്കെ അനുഭവിക്കും. നമുക്ക് പറയാൻ കഴിയുന്ന അങ്ങനെയുള്ളൂ. നമ്മളിതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങളെ പോലെ ആകരുത് നിങ്ങൾ എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. നമ്മളിതുവരെ ലേൺ ചെയ്തതൊന്നും പാഠങ്ങളല്ല എന്നും അത് അപാഠങ്ങളായിരുന്നു എന്നും അതൊക്കെ അൺലേൺ ചെയ്തിട്ട് നമ്മൾ പുതിയ പാഠങ്ങളിലേക്ക് പോകണമെന്ന് നേരത്തെ പറഞ്ഞ പോലെ മദാമ്മയെ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുക, കേരളത്തിലേക്ക് വിളിക്കുക. മദാമ്മ കുട്ടിയെ കേരളത്തിലേക്ക് വിളിക്കുക, നമ്മുടെ കൊച്ചിനെ വിളിക്കുക. എനിക്ക് നേരമുണ്ടെങ്കിൽ വരാം. എന്നിട്ട് എവിടെ പോകണം? ശിവഗിരിയിൽ പോകണം. അവിടെ പോയിട്ട് അവിടെ പോയി ഒരു സാരമില്ല 10ാം ക്ലാസ്സുകാരനും 10ാം ക്ലാസ്സുകാരി നമ്മുടെയൊക്കെ ധാരണ 10ാം ക്ലാസ്സുകാരൻ 10ാം ക്ലാസ്സുകാരിക്ക് ഒന്നും മനസ്സിലാവില്ലെന്ന്. അങ്ങനൊന്നുമല്ല. ലോകത്തെ ഏത് വിവരവും, ഞാൻ അതിനെ അറിവെന്ന് വിളിക്കില്ല, ലോകത്തെ ഏത് വിവരവും അവരെ കയ്യിലേക്ക് എത്തും. എല്ലാത്തരം അതിനൊന്നുമില്ല. അതിരുകളില്ലാത്ത വിവരങ്ങളുടെ ലോകം അവരുടെ വിരൽത്തുമ്പിലാണ്. അവർക്ക് അത് തിരിച്ചറിവാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക്. അതിനെ അറിവാക്കി മാറ്റണം. അവർ ശേഖരിക്കുന്ന വിവരങ്ങളെ അറിവാക്കി കൊടുക്കണം. അത് ജീവിതാനുഭവങ്ങളിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ നരച്ച മുടി അതിനുള്ള ഉപകരണമാണ്. ഞാനൊക്കെ നല്ലോണം ലോറിയിൽ പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ് പുറത്ത് കാണാത്തത്. ഇല്ലെങ്കിൽ നരച്ചമുടി ശോഭയുള്ള കിരീടം മാത്രമല്ല, നരച്ചമുടി അറിവിന്റെ ജീവിതാനുഭവങ്ങളുടെയും നമ്മൾ ആർജിച്ചെടുത്ത എല്ലാ അറിവുകളുടെയും ചെലവ് കൂടിയാണ്. അതുകൊണ്ട് അവർ നമ്മൾ നല്ല വലിയ ദൂരമാണ്. അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല, നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ വിടം കുറയ്ക്കല്ലാതെ മാർഗമില്ല. അവരോട് ചങ്ങാത്തം കൂടുകയല്ലാതെ മാർഗമില്ല. നമ്മളും കള്ളവൈബും അന്ധവൈബും ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അവരോട് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ നമ്മൾ ശീലിച്ചില്ലെങ്കിൽ അവർ പറഞ്ഞു പോയിക്കോളും. അവര് നമ്മളെ ആശ്രയിക്കാൻ നിൽക്കാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് ഏതെങ്കിലും നേരത്തെ കാരണമെന്നെങ്കിലും തോന്നിയാൽ അവർ വേണമെങ്കിൽ നമ്മൾ അവരുടെ തലത്തിലേക്ക് മാറണം. അവരിതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ അവർ തിരിച്ചറിയുമ്പോൾ ലോകത്ത് നാനാഭാഗത്തു നിന്ന് കിട്ടുന്ന അറിവുകളെ അവർക്ക് വിവരങ്ങളെ അറിവാക്കി മാറ്റി അത് തിരിച്ചറിവാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും. അതിന് ഈ പറഞ്ഞ
അവര് കണ്ടെത്തുന്ന കൂട്ടുകാർ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ പരിധിയിലോ പുറത്തോ ഒക്കെ ഉള്ള വലിയ കൂട്ടുകാർ സാധ്യമാണ്. ഇത് മാത്രമല്ല, ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിന്, കൂട്ടിന് ഇത് മാത്രമല്ല ഉപാധി. ധാരാളം ഉപാധികൾ, ധാരാളം സാധ്യതകളുള്ള ഒരു കാലത്താണ് ഈ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുന്നത്. മരണം മാറ്റി വെക്കപ്പെടുന്ന ഒരു കാലം. 5 വർഷത്തിനകം നോക്കോളൂ, നമ്മൾ ഈ കാണുന്ന ലോകമേ അല്ല ലോകം. നിർമ്മിത ബുദ്ധിയുടെ പുതിയ കാലം മരണം മാറ്റിവെക്കാവുന്ന കാലമാണ്. ഏറ്റവും പുതിയ ഗവേഷണം നിർമ്മിത ബുദ്ധിയുടെ സൈദ്ധാന്തികര്, ശാസ്ത്രജ്ഞന്മാർ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മരണം മാറ്റിവെക്കാൻ കഴിയുന്നവരിടത്ത് നമ്മൾ എത്തുകയാണ്. വലിയ ഡിവൈഡ് ഉണ്ടാകാൻ പോകുന്നത് ഡിജിറ്റൽ ഡിവൈഡ് അല്ല. നമ്മളിപ്പോ കാണുന്ന ലോകം ഡിജിറ്റൽ ഡിവൈഡ് ഉള്ള ലോകമാണ്. അപ്പൊ ഞങ്ങൾ ഡിജിറ്റൽ സാക്ഷരത അടക്കം ഞങ്ങൾ നിർവഹിക്കുന്നത് ഡിജിറ്റൽ അറിവുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ഒരു വിടവാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അതല്ല ഉണ്ടാകാൻ പോകുന്നത്. മരണം മാറ്റിവെക്കാൻ തക്ക വിധത്തിൽ സമ്പന്നരായവരും പണം വേണം, അവരും മരണത്തിന് കീഴ്പ്പെട്ടു പോകുന്ന ശരാശരി ആളുകളും തമ്മിലുള്ള വലിയ വിടവ് ഉണ്ടാകാൻ പോകുന്നു. എന്റെ വീട്ടിലൊരു MD കഴിഞ്ഞൊരു ഗവേഷക അവരുടെ ഗവേഷണ വിഷയം ഭ്രൂണവും അണ്ടവും ശേഖരിച്ചുകൊണ്ട് അവരുടെ ജനറ്റിക് ആയിട്ടുള്ള എല്ലാ വിശേഷ തലങ്ങളെയും മാറ്റിയിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാനുള്ളതാണ്. ഞാൻ അവളോട് ഒരു കാര്യം പറഞ്ഞു, ഒരു നല്ല മനസ്സോടെ കൊടുക്കാൻ പറ്റുമെന്ന്. ായിട്ട് ആർജിച്ചിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും ഇല്ലാത്ത ഒരു ഓസ്പ്രിങ്ങിനെ, ഒരു സന്തതിയെ രൂപപ്പെടുത്താനുള്ള ഗവേഷണം അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. പുറത്തൊക്കെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ നടക്കുന്നേ ഉള്ളൂ. അവള് വെല്ലൂരാണ് അവർ ചെയ്യുന്നത്. അപ്പൊ നടക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. അപ്പോഴും ഇനി എല്ലാ ശ്രേഷ്ഠനായ ഒരു കുഞ്ഞാ വരുന്നെങ്കിൽ അതിന് എന്ത് വേണം? കൊള്ളാവുന്ന ഒരു മനസ്സ്, നെഞ്ചുകൂടിനകത്ത് മിടിക്കുന്ന ഹൃദയത്തിൽ എന്ത് വേണം? ചോര മാത്രം ഓടിയാൽ പോരാ, ലേശ ഈർപ്പം ഉണ്ടാവും അതിൻ്റെ മനുഷ്യത്വം. ഗുരുദേവൻ പറഞ്ഞു വെച്ച മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം കൂടി അത് കുത്തിവെച്ചു കൊടുക്കാൻ ഒരേക്കും പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഏക്കും പറ്റില്ല. നമ്മളെ പോലെ നരച്ച മുടിയുള്ളവർക്ക് അവർ ഭക്ഷണത്തിന് നേരം ഉണ്ടാവില്ല, നമുക്ക് നല്ല നേരമുണ്ട്. പറഞ്ഞു വരുന്നത് ഇനി ആ വിഷയത്തിലേക്ക് ദീർഘിപ്പിക്കില്ല. 90കളിലെ ഘാട്ട് കരാർ ഒപ്പുവെക്കുന്നിടത്ത്, ഇന്ത്യയിൽ വലിയൊരു തേര് പാഞ്ഞ സമയത്ത്, ഇന്ത്യയിൽ വലിയൊരു ആരാധനാലയം തകർന്ന സ്ഥലത്ത് ഒക്കെ ഉണ്ടായ മാറ്റങ്ങൾ നമ്മളിങ്ങനെ പടിപടിയായിട്ട് കണ്ടോളാം. ഇതുണ്ടാക്കിയ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളാണ്. നമ്മളിതൊന്നും ചേർത്ത് കാണില്ല. നമ്മൾ വിചാരിക്കും നമ്മള് സ്പെഷ്യലൈസ്ഡ് ആശുപത്രികൾ വന്നു, ഒന്നും മോശമല്ല, വേണം. തൊലിക്കൊരു ആശുപത്രി വേണം, അങ്കമാലി കണ്ണിനൊരു ആശുപത്രി ഉണ്ട്, അല്ലെ? ഇങ്ങനെ സ്പെഷ്യലൈസേഷൻ വന്നു കഴിഞ്ഞു. ആദ്യം വന്നത് ഈ ആശുപത്രികളാണ്. ഈ ആശുപത്രികൾ തൊട്ട് മുമ്പേ എന്ത് വന്നു? സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങൾ. സെൽഫ് ഫിനാൻസിങ് അങ്കമാലിയിൽ PG കണ്ണ് ചികിത്സയുടെ PG MDയുടെ സീറ്റാണ് ആദ്യം സെൽഫ് ഫിനാൻസിങ് വഴി രൂപപ്പെട്ടത്. അധ്യാപകരെന്ന നിലയിലും ജീവനക്കാരെന്ന നിലയിൽ ഓർക്കുന്നുണ്ടാവും അക്കാലം അങ്കമാലിയിൽ രൂപപ്പെട്ട ഒരു സെൽഫ് ഫിനാൻസിങ് സ്ഥാപനം. നിരുപാധികമായ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങൾ ഉണ്ടായി. കാണേണ്ടത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഒക്കെയുള്ള അത്തരം ഇടപെടലുകൾ വരുന്നത് കമ്പോളം പതിയെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവനിലേക്ക് തൊട്ടു തുടങ്ങിയ കാലമാണ്. അപ്പോഴാണ് നിങ്ങളുടെ തൊലി എല്ലാവരുടെയും തൊലി പോലെയല്ല എന്നും, നിങ്ങളുടെ തൊലിക്ക് വ്യത്യാസമുള്ള ചികിത്സ വേണമെന്നും, നിങ്ങളുടെ തൊലി വെളുപ്പിക്കാൻ ഇന്ന ക്രീം വേണമെന്നും കണ്ണ് മാത്രം പുറത്തു കാണിച്ചിരിക്കുന്ന പാകിസ്ഥാനികളുടെ അടുത്ത് നമ്മളെടുത്ത് വന്ന് നല്ലോണം ചെലവാണ്. ആലോചിച്ചുള്ളൂ. ആയുധം വിൽക്കാൻ പറ്റിയ സ്ഥലം പാകിസ്ഥാനും ഇപ്പൊ വേണമെങ്കിൽ ഇന്ത്യയും ആകാമെന്ന് ലോക പോലീസ് തീരുമാനിക്കുന്ന അതേ തന്ത്രം തന്നെ ഉടലിൽ ദേശം പോലും പുറത്തു കാണിക്കാത്ത പാകിസ്ഥാനി പെണ്ണുങ്ങളുടെ തൊലി വെളുപ്പിക്കാനും ഇന്ത്യയിലെ പെണ്ണുങ്ങളുടെ തൊലി വെളുപ്പിക്കാനും. അങ്ങനെ നോക്കുമ്പോൾ 1964 ഞാൻ ജനിക്കുന്നതിന് മുമ്പ് റീത്ത ഫറിയ എന്ന ഇന്ത്യക്കാരിക്ക് ഒരു ലോകസുന്ദരി പട്ടം കിട്ടിയിട്ടുണ്ട്. 966 ശേഷം എന്താ ഇന്ത്യയിൽ സുന്ദരി പറഞ്ഞത്? 966 ശേഷം ഇന്ത്യയിൽ ഒരാൾ സുന്ദരി പട്ടം കിട്ടിയിട്ടില്ല. എപ്പോ കിട്ടി പിന്തുടങ്ങി? മറന്നുപോലും. ബംഗാളിൽ നിന്നും ഒക്കെ 2 സുന്ദരിമാർ ലോകസുന്ദരി പട്ടം കിട്ടിയ കാലം മറക്കരുത്. ഇതൊക്കെ തുടർച്ചയാണ്. ഇതൊക്കെ പടിപടിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നത്. അങ്ങനെ അവിടെ സുന്ദരി ഉണ്ടായി. കഴിഞ്ഞ വർഷത്തെ സുന്ദരി എവിടുന്ന? ലോകസുന്ദരി. കഴിഞ്ഞ വർഷത്തെ അങ്ങേ വർഷം ദക്ഷിണാഫ്രിക്കൻ സുന്ദരി ഉണ്ടായിരിക്കുന്നു. ഇനി അടുത്ത കമ്പോളം അവിടെയാണ്. കമ്പോളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല, ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള ഇച്ഛ ഉണ്ടാക്കുന്നു. ഇച്ഛയുടെ പ്രത്യേക കൊതി ഉണ്ടാക്കുന്നു. കൊതി ഉണ്ടാക്കുന്നത് കൊതി പോലും ഒരു ഉൽപ്പന്നമാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് സ്വർണ്ണാഭരണങ്ങൾ കാണുമ്പോൾ നമുക്ക് കൊതി മാത്രമല്ല, നമ്മുടെ കുഞ്ഞിന്റെ തൂക്കത്തിൽ അങ്ങോട്ട് കൊടുത്തുകൂടാനുള്ള ഉരുപ്പടിയായിട്ട് മാത്രമല്ല നമ്മൾ കാണുന്നത്. ഇത് അണിയുന്നുണ്ട്. ഒരു ലേശമൊക്കെ അണിഞ്ഞോണ്ടൊന്നും തരക്കേടൊന്നുമില്ല. പക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു പോലീസ് ഓഫീസറായിട്ട് സംസാരിച്ചപ്പോ പേര് മറന്നു. IPS ഒരാൾ പറഞ്ഞത്, ഒത്തവണ്ണ ഇനി ഇതൊന്നും ഇട്ട് നടക്കരുതെന്ന് സുഹൃത്തുക്കളോടൊക്കെ പറയണം. ഇത് ജീവൻ അപകടത്തിലാവും. കാരണം വിലയേറുമ്പോൾ വരുന്ന ഒരു പ്രശ്നം ഇതാണെന്ന്
അവർ പറയുന്നുണ്ട്. എന്ത് നിരുപമയാണോ സംശയമുണ്ട്. ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ പടിയായിട്ട് നമ്മുടെ ഇച്ഛകളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ എല്ലാത്തരം, അതുകൊണ്ട് സുഖാസക്തി കൂടിയാണ് കാണേണ്ടത്. കമ്പോളം എല്ലാം തുറന്നിട്ട് വന്നപ്പോ ആസക്തികൾ കൂടി. നമ്മൾ ഈ പറഞ്ഞ 10 വയസ്സുകാരന്, ലോകത്തെ 10 വയസ്സുകാരിക്ക് എല്ലാത്തരം അറിവ് മാത്രമല്ല അത് കിട്ടുന്നത്, മറ്റു പല കാര്യങ്ങളും കൂടി, ആസക്തിക്കുള്ള ഉപാധികളും കൂടി കിട്ടും. അപ്പൊ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നവോത്ഥാനം കൊണ്ട് കേരളം ചില മതിൽക്കെട്ടുകളെയൊക്കെ തകർത്ത് മുന്നേറിയപ്പോഴാണ് ഇത് ഭ്രാന്താലയം അല്ലാതായി മാറിയത്. ഇപ്പൊ എന്ന് പറയുന്നത് ഈ ആസക്തികളുടെ ഭ്രാന്ത് ഒരവസ്ഥയായിട്ട് മാറിയത്. എല്ലാത്തിനോടുമുള്ള, ഇപ്പൊ മരണം വരുമെന്നാ പറഞ്ഞു. മരണത്തിനുണ്ട് സഞ്ചയന ദിവസങ്ങളിൽ വൈകുന്നേരത്ത് കുപ്പി പൊട്ടിക്കാതെ സഞ്ചയനം നടത്താൻ പറ്റാത്ത വീടുകളുണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കുന്നു. കുടുംബത്തിൽ 4 ആൾ കൂടിയാൽ അതില്ലാതെ പറ്റില്ല എന്ന് ഉള്ള അവസ്ഥയിലേക്ക് നമ്മൾ, ഞാൻ പറയുന്നത് മദ്യനിരോധന മേഖലയൊന്നുമല്ല, അത് വേണ്ട അളവിൽ വേണ്ട പോലെ വേണ്ടവർക്ക് വേണ്ട പോലെ വേണ്ടിടത്ത് മാത്രം അതൊക്കെ ഉപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് ആഘോഷത്തിന്റെ ഒക്കെ തുടർച്ചയിലെത്തി. കല്യാണ അവസാനമൊക്കെ നമ്മൾ കണ്ടത് അത് നമ്മുടെ കുലം മുടിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മളതിനെ നമ്മുടെ മേത്തോട്ട്, അങ്ങനെയാണല്ലോ ഈ ബലികുടീരങ്ങളെ എന്ന് പാടുമ്പോൾ തൊലിപ്പുറത്ത് തട്ടാതായത് എന്നാന്ന് നമ്മൾ കണ്ടില്ല. തൊലി ഏറ്റവും പ്രധാന അവയവമല്ല, തൊലി ഏറ്റവും വലിയ അവയവം മാത്രമാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം, ഏറ്റവും പ്രധാന അവയവമായി മാറിയതാണ് കമ്പോളം ആദ്യം ചെയ്തത്. അതിനെ കൊണ്ടുപോകുന്നത് ഭ്രൂണത്തെ കൊണ്ടുപോകുന്നു. വിശ്വസിക്കോ? ആളുടെ അച്ഛനും അമ്മയും 2 മതസ്ഥരാണ്. ഞാൻ പറഞ്ഞിരിക്കുന്നു. അത് വലിയ ഇതായിട്ടല്ല പറയുന്നത്, മറിച്ച് എന്തിരിക്കുന്നു ആലോചിച്ചില്ലേ? നമുക്ക് ജീവിതത്തിൽ ഒരു ഘട്ടമല്ല. ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. വിവാഹം എന്നതിൽ എന്തിരിക്കുന്നു? ഒരു കുടുംബം എന്ന സംവിധാനത്തിൽ സാഹോദര്യത്തോടും സ്നേഹത്തോടും കഴിയുന്ന കുടുംബം ഇമ്പം ഉണ്ടാവണം നിർബന്ധമില്ല. നിഘണ്ടു അത് പറയും. ശ്രദ്ധാരാളി നമ്മളോട് പറയുന്നത് കുടുംബം ഇമ്പമുള്ളതാണ് എന്നാണ്. പക്ഷെ പല കുടുംബങ്ങളിൽ നിന്നുള്ള ഭൂകമ്പം കാരണം ആ വീട്ടുകാർ മാത്രമല്ല അടുത്ത വീട്ടുകാർക്കും ജീവിക്കാൻ നിർവാഹമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുടുംബകലഹങ്ങൾ ഒഴിവാക്കാൻ ആരൊക്കെ കാണുന്നു? ഫാമിലി കൗൺസിൽ കാണാൻ പോകില്ല. എന്ത് ചെയ്യും? അതിനൊക്കെ പറ്റിയ ആളുകൾ നാട്ടിലുണ്ട്. അതിനൊക്കെ പറ്റിയ ആളുകൾ ഉപദേശമൊക്കെ തരാൻ ഇഷ്ടംപോലെ ആളുകൾ, ശ്വാസം കഴിക്കാൻ പഠിപ്പിക്കാൻ ആളുണ്ട്. പിന്നെ അതിന് കുടുംബകലഹങ്ങൾ സർവത്ര അതിനൊക്കെ പറ്റിയ ആളുകൾ. പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ ഇച്ഛകളെയും കാമനകളെയും ഉണ്ടാക്കിയ ഒരു കമ്പോള താല്പര്യം സ്ത്രീയെ ഉരുപ്പടിയായി കണ്ടു. ഒരു വ്യവസായ സമുദായത്തിൽ, ഒരു വ്യവസായ സമൂഹത്തിൽ പെണ്ണും വിറ്റഴിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ് എന്ന് വന്നതോടുകൂടി ഇതും എന്തായി മാറി? അതിന്റെ ഭാഗമായിട്ട്, വിവാഹ മാറ്റത്തിന്റെ ഭാഗമായിട്ട് സ്വർണവും വന്നു. എനിക്കൊക്കെ വലിയ ഒരു സഹായം, അച്ഛനമ്മ ഉണ്ടാക്കി തന്ന കുറച്ച് സാധനം പിന്നെ എനിക്ക് ജീവിതത്തിൽ വീട് വാങ്ങാൻ സഹായമായി, വേറെ പല കാര്യങ്ങൾക്ക് സഹായമായി. അങ്ങനെ നമ്മൾ ലോൺ വെക്കാനും ആരോട് ചോദിക്കാതെ പണയം വെക്കാനൊക്കെയാണ് നമ്മൾക്കത് ഉപയോഗിച്ചു വന്നിട്ടുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതൊരു വലിയ ഭാരമായിട്ട് മാറുകയും വിവാഹം എന്ന സ്ഥാപനം, ഇണബന്ധം എന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇണബന്ധം എന്നത് ഏറ്റവും മനുഷ്യരാശിയുടെ മുന്നോട്ട് പോക്കിന് അടിസ്ഥാനമായിട്ടുള്ള സന്തതി ഉൽപാദനത്തിനുള്ള എന്ന് വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു ഭർത്താവ് ഒരു ഭാര്യ എന്ന് വന്നത്. നരവംശാസ്ത്രം അടിവരയിട്ട് പറയുന്നത് ഒരു ആണും ഒരു പെണ്ണ് എന്ന കൺസെപ്റ്റ് നമ്മൾ പിൽക്കാലത്ത് രൂപപ്പെടുത്തിയെടുത്തതാണ്. കുടുംബം എന്ന വ്യവസ്ഥയ്ക്കായിട്ട് നമ്മൾ ബൈനറി വിവാഹങ്ങളെ രൂപപ്പെടുത്തിയെടുത്തതാണ്. അറിയാമല്ലോ, വീടെന്നുള്ളത്, കുടുംബം എന്നുള്ളത് അധികാര സ്ഥാപനമായിട്ട് മാറുന്നതോടുകൂടി രൂപപ്പെടുത്തിയ ഒന്ന് മാത്രമാണ്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളിൽ വേണ്ടാന്ന് വെക്കുന്നത്, വിവാഹം വേണ്ടെന്ന് വെക്കുന്നതോടുകൂടി നമ്മുടെ പെൺകിടാവ് ഇടബന്ധത്തെ നിഷേധിക്കുന്ന കരുതുന്നുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? ആലോചിച്ച് നോക്കൂ. അതൊരു പ്രാഥമിക വാസനയല്ലേ? ബേർത്ത് ഇൻസ്റ്റിങ്ക്റ്റ് അല്ലേ? ഒരാൾക്ക് വിശക്കുമ്പോൾ ഭക്ഷണം വേണം എന്നതുപോലെ, ഒരാൾക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം എന്നതുപോലെ ഉള്ള അടിസ്ഥാന ചോദനയാണത്. അതിനെ നിഷേധിക്കാനോ ആവില്ല, അതിനെ നിഷേധിക്കാനോ നിരാകരിക്കാനോ ആവില്ല. അവര് വഴിതേടും. മനുഷ്യനാണ് അവന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മറ്റു ജീവജാലങ്ങളെ പോലുള്ള. അതുകൊണ്ടാണ് 1000 കൊല്ലത്ത് മുമ്പത്തെ ആനയും 500 കൊല്ലത്ത് മുമ്പത്തെ ആനയും ഇപ്പോഴും ഇതന്നെ തന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മളായിട്ട് വല്ലതും കൊടുത്താൽ മാത്രമേ അവരുടെ ഫുഡ് പ്രോസസ്സിലൊക്കെ മാറ്റം ഉണ്ടാകുള്ളൂ. നമ്മളായിട്ട് എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ അവർ ടൈമിങ്ങും ഡ്രസ്സും ഒക്കെ ആയിട്ട് തലയിൽ വല്ല വിഗ്രഹമൊക്കെ വെച്ചുകൂടെ കൊണ്ടുനടക്കുമ്പോൾ മാത്രമേ അവരുടെ യഥാർത്ഥ രീതിയിൽ അവർ മാറുകയുള്ളൂ. അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ തന്നെ ജീവിക്കാം. മനുഷ്യൻ അങ്ങനെയല്ല. നിലവിലിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോകാൻ ഭാവിയിലേക്ക് നീട്ടി വെച്ച ഒരു തുമ്പിക്കൊമ്പ് എപ്പോഴും ഒരു വലിയ കയ്യ് നമുക്ക് എപ്പോഴും ആകാശത്തേക്കുണ്ട്.
മണ്ണിൽ ഉറച്ചു നിൽക്കുകയും ആകാശത്തേക്ക് മറുകാലം ഉയർത്തി, കൈകാര്യം മാത്രമല്ല മറുകാലം ഉയർത്തിക്കൊണ്ട് ഭാവിയിലേക്ക് ഒരു 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 ചിന്ത എപ്പോഴും ഉള്ളത് മനുഷ്യരാശിക്കാണ്. അതുകൊണ്ട് മനുഷ്യർ അങ്ങനെയാണ്. അങ്ങനെ ആ സർവൈവലുമായിട്ട് നമ്മൾ അതിജീവനമുണ്ടല്ലോ, അതിജീവനത്തിന് വേണ്ടി മറ്റു ബന്ധങ്ങളിലേക്ക് പോകും, ഒരു സംശയം വേണ്ട. അങ്ങനെ നിൽക്കുള്ളൂ. നമ്മൾ എന്ത് കാണുന്ന കുടുംബ സംവിധാനം ഒന്നും നിൽക്കാൻ പോകുന്നില്ല, ഇങ്ങനെ നിൽക്കില്ല. പക്ഷെ അത് വേറെ രീതിയിൽ കൂട്ടായ്മയായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ നോക്കിക്കോളും, നമ്മുടെ വീടുകളിലെ കുഞ്ഞുങ്ങൾ തന്നെ, അടുത്ത തലമുറ കുഞ്ഞുങ്ങളൊക്കെ തന്നെ വിവാഹിതരായി രണ്ടാളും ഒരുപോലെ പണിയെടുത്തുകൊണ്ട്, രണ്ടാളും ഒരുപോലെ അവർക്ക് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഒന്നിച്ച് കുക്ക് ചെയ്തുകൊണ്ടൊക്കെ പോകുന്ന എത്രയോ മാതൃകൾ എനിക്കെന്റെ ഒരുപാട് കുഞ്ഞുങ്ങളെയാണ്. എന്നാൽ അങ്ങനെ അല്ലാത്ത ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ തന്നെയോ ഡിഗ്രി സെക്കൻഡ് ഇയർ ആകുമ്പോൾ തന്നെയോ 7 ദിവസമോ 8 ദിവസമോ 6 ദിവസമോ ഒക്കെ പറഞ്ഞ് അതുങ്ങളെ പിടിച്ച് കെട്ടിച്ചു വിടുകയും ജീവിതം നട്ടപ്രാന്താക്കി വിടുകയും ചെയ്യുന്ന ഒരു വിടിയായ രക്ഷാകർത്താക്കളെ ഞാൻ കാല് പിടിക്കാറുണ്ട്. അമ്മയ്ക്ക് കൊണ്ടുവന്ന് ബഹുമടിക്കലായിട്ട് വരുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് തുടർന്ന് പൂപോലുള്ള കുഞ്ഞു മൂക്കൾ എത്ര മിടുക്കത്തികളാണ്. വന്നൊരു സെക്കൻഡ് സെമസ്റ്റർ ആകുമ്പോൾ തന്നെ അവരുടെ ജവാദോഷം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടിട്ട് ആ ഗർഭിണിയായി ബസ്സിൽ വന്നിട്ട് നെടുമങ്ങാടിന് ബസ്സിൽ 3-4 യാത്ര കഴിയുമ്പോൾ ആ കുട്ടി ജനിച്ച കുട്ടി രോഗിയായിട്ട് ജനിച്ചിട്ട് ആ ജീവിതം പോയ കുഞ്ഞിന്റെ ഒരിക്കലും ഇപ്പോഴും എനിക്ക് വിളിക്കുമ്പോൾ കണ്ണീര് വരും. പക്ഷെ അവളെ കാണിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് നമുക്ക് സങ്കടപ്പെടാൻ നിർത്തിയില്ല. ഇനിയും നമ്മൾ ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുത്തി എടുക്കാറുള്ളത്. ഒരു കുഞ്ഞ് ചികിത്സ വേണ്ട ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കുകയാണ്. എന്തൊരു പിടിക്കുമ്പോളായിരുന്നു ഒരൊറ്റ കുട്ടിയാണ്. ഞാൻ അവരോട് കാല് പിടിച്ചു പറഞ്ഞു, നിങ്ങള് ഇനി സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ല ഇങ്ങനെയൊക്കെ നടത്തി വെക്കാമല്ലോ, എന്താ പറയാ നിശ്ചയം ഒക്കെ പറയുമല്ലോ, അങ്ങനെ എന്തെങ്കിലും മോതിരമാറ്റം എന്തെങ്കിലുമൊക്കെ നടത്തി വെക്കുമോ, ആ കുട്ടി ഒന്ന് ഭാവിയിൽ ഒരു നല്ല അധ്യാപിക എഴുത്തുകാരി നല്ലോണം എഴുതുന്ന മോളൊക്കെ ആയി മാറേണ്ട ഒരു കുഞ്ഞിന്റെ ജീവിതം അച്ഛനും അമ്മയായിട്ട് തന്നെ ഇല്ലാണ്ടാക്കി. ഇനി പറഞ്ഞ മാതിരി ആഭരണ വിഭൂഷിതയായ കുറെ ഫോട്ടോയും ആൽബം ഒക്കെ ഞാൻ നിന്നു. എനിക്ക് ആ ഫോട്ടോ കാണാൻ പോലും തോന്നിയില്ല. കല്യാണത്തിന് വേറെ കാരണം കൊണ്ട് പോകാൻ പറ്റിയില്ല. ഇത് എന്നോടൊന്നും ഒരു ദിവസം തോന്നിച്ചു, കല്യാണം കഴിക്കുന്ന പറഞ്ഞുകൊണ്ടാണോ ചോദിച്ചു പറയാറ്. ഒന്നല്ല, അതുകൊണ്ടല്ല, വേറെ തിരക്കുള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഒഴിയുകയും ചെയ്തു. പക്ഷെ പിന്നീടുള്ള എന്റെ ജീവിതം കാണുമ്പോൾ സങ്കടം തോന്നുന്നു. ഞാൻ പറഞ്ഞു വെക്കുന്നത് കമ്പോളം അവിടെ ഒന്ന് അസൂയ ഉത്പാദിപ്പിക്കും. അതുകൊണ്ടാണ് അടുത്ത വീട്ടിലെ ഫ്ലാറ്റ് ടി വി കാണുമ്പോൾ നമ്മളെ ഫ്ലാറ്റായി പോവാം. അടുത്ത വീട്ടുകാരന്റെ വീട്ടില് ഉണിയുടെ ഒരു പരസ്യം ഓർമ്മയുണ്ടല്ലോ, അയൽക്കാരന്റെ വീട്ടിലെ ടി വി കാണുമ്പോൾ നമുക്ക് ആ പരസ്യമാണ്. പരസ്യങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങളെപ്പോഴും പറയും, സാക്ഷരത ഉണ്ടാക്കിയത് സ്ലേറ്റിൽ എഴുതിയും മണലിൽ എഴുതിയും ഒക്കെ ആയിരുന്നു പഴയ സമ്പൂർണ്ണ സാക്ഷരത എഴുതി. ഇപ്പോ പരസ്യവാചകങ്ങൾ നമ്മളെ വേറൊരു വിധത്തില് സമ്പൂർണ്ണ സാക്ഷരതയാക്കിയിരിക്കുന്നു. ഏത് സാക്ഷരത? കമ്പോളത്തിന്റെ ഇരപിടിയ മുതലാളിത്തത്തിന്റെ പുതിയ സാക്ഷരതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് 55 പോലെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുത്ത് ഈ വീട്ടിലെ പെൺകുട്ടിയാക്കി പോകുന്നതിനേക്കാളും ഒരിടത്തിന്റെ ഒരറ്റം വിറ്റാലും സാരമില്ല, എന്റെ കൊച്ചിന് ഞാൻ 85 കൊടുത്തു വിടും എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ എത്തിയത്. ഇവിടെ അല്ല ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ തിരിച്ചു ചിന്തിച്ചു തുടങ്ങി. ഈ കൊണ്ടുപോകുന്ന 55 നല്ല ജീവിതം നിശ്ചയിക്കുന്നത് ഭിന്ന താല്പര്യങ്ങളുള്ള 2 മനുഷ്യ ജീവികൾ ജീവിക്കുമ്പോൾ, അതും അഭിപ്രായമുള്ള 2 മനുഷ്യർ ഒന്നിച്ച് ജീവിച്ചാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, തർക്കമൊന്നുമില്ല. അപ്പൊ കൂടുമ്പോൾ ഇമ്പോ അല്ല ഉണ്ടാകുന്നത്, ചെറിയ ഭൂകമ്പങ്ങളും ചെറിയ കമ്പങ്ങളും ഭൂകമ്പങ്ങളും വലിയ ഭൂകമ്പങ്ങളും ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ഭൂകമ്പവും തല്ലുമഴക്ക് ഉണ്ടാക്കാനല്ല പുതിയ കാലത്തെ കുട്ടികൾക്ക് നേരം. അവർക്ക് അവരവരുടെ കരിയറിനെ കുറിച്ച് സ്വപ്നങ്ങളുണ്ട്, അവരവരെടുക്കുന്ന മേഖലയിൽ മെച്ചപ്പെട്ട മനുഷ്യരായിട്ട് ഉയർന്നു പോകാനുള്ള അവർക്ക് ലക്ഷ്യങ്ങളുണ്ട്. ഇക്കാലത്തെ ഡോക്ടേഴ്സായിട്ട് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു നോക്കുമ്പോൾ അവർക്ക് ഒരു ചേരുമ്പോൾ തന്നെ അവരുടെ സ്പെസിഫിക്കേഷനെ കുറിച്ച് ആലോചിക്കും. ഞാൻ ഏത് മേഖലയിൽ സ്പെസിഫൈ ചെയ്യണമെന്ന് അവർ ചിന്തിച്ചു കൊടുക്കും. അവർ പഠനങ്ങളിലേക്ക് പോകും. അപ്പൊ നമ്മൾ ചെറുക്കേണ്ടത്, വാസ്തവത്തിൽ നമുക്ക് ചെറുത്ത് നിൽക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു ഭാഗത്ത് ചില അറിവുകൾ നമുക്ക് പുതിയ തലമുറയ്ക്ക് കൊടുക്കാമെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമ്മുടെ പെൺകിടാങ്ങൾ, നമ്മുടെ ചുറ്റുപാടുമുള്ള പെൺകിടാങ്ങൾ ഇതിനെ അതിജീവിക്കാൻ ഇപ്പോഴും പ്രയാസമാണ്. അത് ഞാൻ 22 വരെയും കുട്ടികൾക്കിടയിൽ ജീവിച്ച ഒരാളെന്ന നിലയിൽ അവർക്ക് റെസിസ്റ്റ് ചെയ്യാനാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അവർക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, കല്യാണം 1 വർഷം കൂടെ കഴിയട്ടെ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒറ്റ കൊല്ലം തന്നെ ജീവിതം താറുമാറാക്കി കൈ കൊടുത്തു. അവർക്ക് റെസിസ്റ്റ് ചെയ്യാനാവില്ല. നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് ചെയ്യാം. കേരളത്തിൽ എത്ര വെളുത്തുള്ളി ഒരു കവറിലാക്കുന്ന യൂണിറ്റ് ഉണ്ടെന്നറിയും? കേരളത്തിൽ എത്ര വെളുത്തുള്ളി ഇപ്പൊ നമുക്ക് പാക്കറ്റ് കിട്ടുമല്ലോ. നമ്മുടെ മക്കൾക്ക് ഈ ടെക്നോ പാർക്കിലും സ്കൂൾ അധ്യാപകർ എന്തിന് ടെക്നോ പാർക്കൊക്കെ വിട്ടേക്കാം. നമ്മളിപ്പോ അടുത്ത തലമുറ സ്കൂൾ അധ്യാപകരായിട്ടുള്ള കുട്ടികൾ നമ്മുടെ വീടുകളിലുണ്ട്. എത്രമാത്രം വീട്ടിൽ അധ്വാനിക്കണമെങ്കിൽ അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നു. ഓഫീസിൽ കിടക്കാൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ പണിയെടുക്കുന്നു, സ്വകാര്യ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നേരമുണ്ടോ വെളുത്തുള്ളി പൊടിച്ചുകൊണ്ടിരിക്കാൻ? നമ്മൾ ചെയ്യും, നമ്മൾ ഈ തലമുറ ഇപ്പോഴും ചെയ്യും. 4:30 എഴുന്നേറ്റ് ചെയ്യും. പക്ഷെ ജോലിയുടെ ഭാരം കൂടുതലാണ്. നമ്മുടെ ജോലിക്കാലം അല്ല ഇത്. അമിത ജോലി ഭാരമുള്ളവരാണ് ഈ തലമുറ. അവർക്ക് ഈ വെളുത്തുള്ളി പൊടിച്ചുകൊണ്ടിരിക്കാൻ നേരം ഉണ്ടാവില്ല. ഒരു പാക്കറ്റ് വെളുത്തുള്ളി കിട്ടിയാൽ ഒരു 10-25 ദിവസത്തേക്ക് ഫ്രിഡ്ജ് മേടിച്ച് വെക്കാം. കേരളത്തിൽ 16 വെളുത്തുള്ളി യൂണിറ്റുകളുണ്ട്.
വനിതാ വികസന കോർപ്പറേഷനിൽ ലോൺ എടുത്ത് അതിലെ 3 യൂണിറ്റുകൾ റിട്ടയർഡ് അധ്യാപികമാരാ ചെയ്യുന്നത്. വിശ്വസിക്കൂ 3 വയനാട്ടില് അവിടുത്തെ ഈ പറഞ്ഞ അതിജീവനത്തിന് വേണ്ടി പൊരുതുന്ന മനുഷ്യർക്ക് വേണ്ടി, അവിടുത്തെ പെൺകിടാങ്ങൾക്ക് വേണ്ടി, അവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി 50 വയസ്സ് കഴിഞ്ഞവർക്ക് ലോണിന് പ്രത്യേക ആനുകൂല്യമുണ്ട്. അറിഞ്ഞോ? ഞാൻ പറയുന്നത് ഒരാൾക്ക് ഒരസുഖവും ഇല്ല. നമ്മളിപ്പോ ഓരോരുത്തർ പറയും എനിക്ക് മുട്ടുവേദന, കാലുവേദന. എന്തുകൊണ്ടാ? പണ്ട് കയ്യെ കിട്ടുന്ന ബസ് കയറി കയ്യെ കിട്ടുന്ന ഓഫീസിൽ പോയി ഓടിപ്പോയി ജോലി എടുത്ത് തിരിച്ച് വീട്ടിൽ വന്ന് വീട്ടിലെ പണി ചെയ്യുമ്പോൾ ആ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ റെസ്റ്റ് ആയപ്പോ നമുക്ക് മുട്ടുവേദനയായി, നടുവേദനയായി, സർവത്ര വേദനയായി. ഞാൻ പറഞ്ഞ അതുപോലെ ഓടണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ മൂന്നാൾ വിചാരിച്ചാൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടത്തെ 30 പെൺകുട്ടികൾക്ക് സഹായമാവും. ഓരോ ജോലി എടുക്കുന്നവരാവട്ടെ, പഠിക്കുന്നവരാവട്ടെ, വൈകുന്നേരങ്ങളിൽ വന്ന് 2 മണിക്കൂർ 3 മണിക്കൂർ ഇതൊന്ന് ചെയ്തു വെച്ചാൽ ഒരു വരുമാനമാവില്ലേ? നമുക്ക് അതിജീവിക്കാൻ ഇങ്ങനെയുള്ള, ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞോളൂ. അവരിലേക്ക് നമ്മൾ ഈ പ്രസംഗം കൊണ്ട് കാര്യമില്ല, നമ്മൾ ആശയം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് രക്ഷപ്പെടാനുള്ള ഉപാധികൾ പറഞ്ഞു കൊടുത്ത് അവരെ അതിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം. ഒരു ജീവിതകാലം 20, 30, 35 വർഷം സർവീസിലിരുന്ന് ആർജിച്ച അറിവും ഫയൽ കൈകാര്യം ചെയ്ത അറിവും നമ്മുടെ നാട്ടിലെ സാധുക്കളായ പെൺകുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കൂടി മാറ്റിവെക്കാൻ സംഘടന. ഞാൻ എന്താ സംഘടന എടുക്കില്ല ആ സംഘടനക്കാരോടും. അപ്പൊ നമ്മൾ പറയും സാറ് ഇത് സംഘടന ഇല്ലെങ്കിൽ അത് പറയാൻ എളുപ്പമല്ല. അങ്ങനെയല്ല. ഇതൊക്കെ ഞാനിപ്പോ ഉത്തരവാദിത്വം നിൽക്കുന്നതൊക്കെ താൽക്കാലികമാണ്. നിശ്ചയമായിട്ടും എനിക്ക് ഇവിടെ ഇതുപോലത്തെ നല്ല ഒരു വീടും നല്ല സ്ഥലവും എടുക്കുന്നുണ്ട്. ഞാൻ നിശ്ചയമായിട്ടും ഒരു എന്റർപ്രണർഷിപ്പിലേക്ക് ഞാൻ നീങ്ങും. തീർച്ചയായിട്ടും ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ പ്രദേശത്ത് ഒരുപാട് പണിയെടുക്കാൻ നിവൃത്തിയില്ലാത്ത പെൺകുഞ്ഞുങ്ങൾ എനിക്കുണ്ട്. കുറെ പേർക്കെങ്കിലും ഒരു വരുമാന മാർഗമായിട്ട് മാറാൻ നമ്മുടെ ഈ ജീവിതം കൊണ്ട് സാധ്യമാണ്. അത് ചെയ്യണമെന്ന് കൂടിയാണ് ഈ പറഞ്ഞ കമ്പോളത്തെ, വിവാഹ കമ്പോളത്തെ എതിർക്കാൻ അവർക്ക് കൊടുക്കുക, ആത്മവിശ്വാസം കൊടുക്കുക. അവർക്ക് ചേരുന്ന ഒരാള് ആരാണ് എന്നോടൊപ്പം ജീവിക്കേണ്ടതെന്ന് തീരുമാനം എടുക്കാൻ ആണിനും പെണ്ണിനും ഒന്നുപോലെ കഴിയട്ടെ. അങ്ങനെ കഴിയുന്ന സമയത്ത് അവരെ ഒന്നുപോലെ ജീവിക്കട്ടെ, അവരൊന്നിച്ച് ജീവിക്കട്ടെ. അതിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക. ഒരു വിവാഹത്തോട് എത്ര ചടങ്ങുകളാണെന്നോ കാണുന്നില്ലേ? സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് തുടങ്ങുകയാണ്. എന്തെല്ലാം കല്യാണങ്ങളാണ് കേരളം. ഈ നാറിയ കല്യാണങ്ങൾ, ഞാൻ അങ്ങനെ പറയുള്ളൂ, ഈ നാറിയ കല്യാണങ്ങളെ തൂത്തുകളഞ്ഞ കേരളമാണ് കേരളം. ഇവിടുന്ന് അധിക ദൂരമില്ല ശ്രീനാരായണൻ നടന്ന വഴികൾ, ഗുരുദേവൻ നടന്നുപോയ വഴികൾ. അദ്ദേഹം പറഞ്ഞത് ഈ നാറിയ കല്യാണങ്ങളെ നശിപ്പിക്കണമെന്നാണ്. തിരുവനന്തപുരം കല്യാണവും 900 കല്യാണങ്ങൾ നടത്തിയാണ് നമ്മൾ മുടിഞ്ഞത്, കേരളം മുടിഞ്ഞത്. ആ 900 കല്യാണങ്ങൾ ആ പേരിൽ അല്ലെങ്കിലും വേറൊരു പേരിലൊക്കെ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. വധുവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നൊരു വളയില്ലെങ്കിൽ അമ്മായിമ്മയുടെ മുഖം കറുത്തുപോയതിന്റെ പണം എല്ലാവരും ഒരു നോട്ടമാണ്. നമ്മളടക്കം നമ്മുടെ കുറ്റമല്ല, ഞാൻ പറയുന്നത് നമ്മുടെ കുറ്റമല്ല, നമ്മളെ അങ്ങനെ ആക്കി തീർത്തു ഇല്ലേ? നമ്മൾ അവരോടെ പരിശോധിച്ച് നോക്കി. നമ്മൾ ആരെങ്കിലും ജനിച്ചപ്പോഴേ തീരുമാനിച്ചോ ഇങ്ങനെ ഈ ആർഭാടങ്ങളിലാവണമെന്ന്? ഇല്ല. കാലം നമ്മൾ പറയുന്നു നാട്ട് നടക്കും. നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചിരുന്ന കാര്യങ്ങളെ തൂത്ത് കളയാം. ലേൺ ചെയ്തതിന് അൺലേൺ ചെയ്യണം. നാട്ടു നടപ്പെന്നൊന്നില്ല. നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ നാട്ടു നടപ്പ്. നമ്മൾ ഉണ്ടാക്കിയ നടപ്പിന്റെ ബാക്കിയാണ് സന്ധ്യാവന്തന നടക്കുന്നത്. എല്ലാവരും നല്ല ശബ്ദരായിട്ട് ക്യൂലിട്ട് അവിടെ നിൽക്കുന്നിടത്ത് എത്തി. മുതലാളിത്തം വലിയ മതിലുകളെ തകർത്തു, വലിയ മതിലുകളെ. തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞ വലിയ മതിലിനെ തകർത്തു. പക്ഷെ എന്ത് ചെയ്തു? ആരുടെയും ചെലവില്ലാതെ, 1 രൂപയുടെയും ചെലവില്ലാതെ നമുക്ക് എല്ലാവർക്കും ചെറിയ ചെറിയ തടവറകൾ ഉണ്ടാക്കി. കല്യാണവും വിവാഹവും ഒരു തടവറയായിട്ടും ഏറ്റവും ചെലവുള്ള ഒന്നായിട്ടും. ഒരു കല്യാണം നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ 3 പെൺകുട്ടികൾ, എന്റെ അച്ഛനമ്മയുടെ അവസ്ഥ ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് ഞെട്ടലോടെ ഞാൻ ആലോചിക്കുന്നത്, എങ്ങനെ അവരിതൊക്കെ നടത്തിയാവും? നല്ലോണം സേവിങ്സ് ഒക്കെ നല്ലോണം സമ്പാദിക്കുന്നവരും വളരെ ലളിതമായി ജീവിക്കുന്നവരും ഞങ്ങളെ ലളിതമായി ജീവിക്കാൻ പ്രേരിപ്പിച്ചവരും ഗാന്ധിയൻ ജീവിതത്തെ കുറിച്ച്, ഗാന്ധിയൻ ആദർശങ്ങളെ കുറിച്ച്, ആവശ്യം, അനാവശ്യം, അത്യാവശ്യം നമ്മൾ നമ്മൾ കൂടി മാതൃകയായിക്കൊണ്ട് എന്ന് വെച്ച് വൃത്തിയും എടുക്കൂലാതെ നമുക്ക് ഒരു ജീവിതത്തിനൊരു ഘട്ടമെത്തി. നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മൾ ജീവിക്കുന്നവരാണ്, നമ്മൾ അധ്വാനത്തിന്റെ മിച്ചത്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരും ഇപ്പുറത്ത് രണ്ടാമത്തെ വേറൊരു വിഭാഗം കൂടി കോൺട്രിബ്യൂട്ടറിക്കാരും ഇപ്പുറത്തുണ്ടാകുന്നു. കേരളം അത് മാറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ സ്വപ്നം കാണുന്നു. കോൺട്രിബ്യൂട്ടറി പെൻഷൻകാരെന്നൊരു വിഭാഗം ഒരുപക്ഷെ നമ്മുടെ സംഘടനയെ പോലും 2 ആയിട്ട് ആളിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നുകൂടി വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ കണ്ടിരുന്നു. 2014 ശേഷം ജോയിൻ ചെയ്ത പുതിയ അധ്യാപകർ, AGC ആയിട്ട് വന്ന അധ്യാപകർ ഞങ്ങളെ വേറെ
നിൽക്കുന്നു. വളരെ അത് മാത്രമല്ല ഞങ്ങളുടെ സ്കെയിൽ ഓരോയിട്ട് വ്യത്യാസമാണ്. ഞങ്ങൾക്ക് 265 വാങ്ങി പുറത്തിറങ്ങിയാണല്ല. അപ്പോ ഞങ്ങളുടെ സ്കെയിലും അവരുടെ തമ്മിൽ വലിയ ദൂരം. അത് മാത്രമല്ല അവരെന്താ ഇങ്ങോട്ട് അടയ്ക്കുന്ന കാശ് പിന്നീട് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ കാശ് ഇങ്ങോട്ട് പോയി ഇപ്പോഴും അറിയില്ല കേട്ടോ. പറഞ്ഞു കൊടുത്തോണ്ട് അടുത്ത തലമുറ അവരടയ്ക്കുന്ന കോൺട്രിബ്യൂട്ടറി പെൻഷന്റെ അംശം ഏത് മമ്പന്റെ വായിലേക്കാ പോണോ നമുക്കറിയില്ല. അദാനിമാരൊക്കെ നമ്മുടെ നാട്ടില് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പഴയത് ഇതുപോലെ ഉണ്ടായെന്നും കൂടി ഇങ്ങനെയും ചിലതൊക്കെ നടക്കുന്നു എന്ന് നമ്മൾ കൈവഴി എല്ലാവരെയും കൂടി ചേർത്ത് പിടിക്കാൻ വേണ്ടത്. അതുകൊണ്ട് വിവാഹ മാർക്കറ്റ് എന്നുള്ളത് ഇരപിടിയൻ മുതലാളിത്തം ബോധപൂർവ്വം രൂപപ്പെടുത്തിയെടുത്ത ഇച്ഛകളുടെയും കാമനകളുടെയും തുടർച്ചയാണ്. ഒരു വ്യവസായ സമുദായത്തിൽ പെണ്ണും ഒരു ഉൽപ്പന്നം മാത്രമാണ്. ഒരു ഉൽപ്പന്നം വിൽക്കുമ്പോൾ എന്ത് വേണം? അതിന് വേണ്ട ഹവഹാവാദികളൊക്കെ വേണം. കോഴിക്കോട് നിന്ന് വരുന്ന അലവയായാലും നല്ല മെനുക്കുള്ള കടലാസിൽ പൊതിഞ്ഞില്ലെങ്കിൽ ഇത് കോഴിക്കോട് നിലവാണെന്ന് നമ്മൾ അംഗീകരിക്കില്ല. കോഴിക്കോട് നെല്ലിയാൽ മാത്രം പോരാ, നല്ല പണക്കുള്ള കടലാസുകൾ വേണം എന്ന് നമ്മളും ധരിച്ചു വശായി. ഞാൻ പറഞ്ഞതിന്റെ ബദലാണ് വെളുത്തുള്ളി തൊലി കളഞ്ഞ് നല്ല വെള്ള വെളുത്തുള്ളി കവർന്നാക്കി കേരളം മൊത്തം ഇപ്പൊ പോകുന്നത് കുറച്ച് സ്ത്രീകളുടെ അധ്വാനമാണ്. അങ്ങനെ ഇത് മാത്രമല്ല കുറ്റുപിടിയായ ഉൽപ്പന്നങ്ങൾ. വയനാട് ഞാൻ എല്ലാവരും മാസത്തിൽ പോയിട്ട് വരുന്ന ഒരാളാണ്. ഞാൻ ഇഷ്ടം പോലെ മുളക്, പച്ചൽമുളക്, കാശ്മീരി മുളക് അവിടെ കൃഷി ചെയ്ത് അവർ മുളക് പൊടി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടേക്ക് ഇപ്പൊ വരുന്നത് കമ്പനികൾ മാത്രം ഉണ്ടാക്കിയതല്ല, അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഉണ്ടാക്കരുതോ? നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കരുതോ? ധാരാളം സാധനങ്ങൾ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നിൽക്കുന്ന പല സാധനങ്ങളുണ്ടല്ലോ. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നെ വരുമാനം ഉണ്ടാക്കുന്നത് പറയുന്നത് ഒരു പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ വരുമാനം ഉണ്ടാക്കാൻ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുക. വിവാഹം വെറുതെ തോന്നുമ്പോൾ, എനിക്കൊരു ഇണ കൂടിയ തീരുമെന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്നത് മാത്രമാകട്ടെ എന്നോട് വിയോജിക്കാമിപ്പോ. പക്ഷേ കൊള്ളുന്ന 100-100-ലധികം അനുഭവങ്ങളുള്ള ഒരാളെന്ന നിലയിൽ നമ്മളടക്കം ഇതിലൂടെ കടന്നുപോയ ഒരാളെന്ന നിലയിൽ ആത്യന്തികമായിട്ട് വിവാഹമാണ് ആത്യന്തികം എന്ന് കുഞ്ഞുങ്ങളെ ധരിപ്പിക്കാതിരിക്കുക. പക്ഷേ നമ്മൾ ആരായിരിക്കണം എന്നോടൊപ്പം ജീവിക്കേണ്ടത്, ഞാൻ ആരോടൊപ്പമാണ് ജീവിക്കേണ്ടത് എന്നത് കുടുംബം അടങ്ങിയ സംവിധാനങ്ങളൊക്കെ നല്ലതാണ്. എങ്ങനെ? അതിനകത്തൊരു ജനാധിപത്യം ഉണ്ടെങ്കിൽ. ജനാധിപത്യം ചെരുപ്പഴിച്ചു വെച്ച് പുറത്തുനിന്ന് കയറി വരുമ്പം ചെരുപ്പഴിച്ചു വെച്ചിട്ട് എല്ലാ ജനാധിപത്യ അവകാശങ്ങളും അവിടെ അവസാനിപ്പിച്ച് അകത്ത് കയറുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് വീടിന്റെ അകവും വിടുതൽ ചെയ്യാനുള്ള ഇടം കൂടിയാണ്. വീട് വിട്ട് പുറത്തേക്ക് പോകാനുള്ള ഇടം കൂടിയാണ് വീട് അന്തിചായാനുള്ള ഇടം മാത്രമല്ല, അത് വിടുതൽ ചെയ്യാനുള്ള ഇടം കൂടിയാണ്. അങ്ങനെ നമുക്ക് വിട്ടുപോയി സാമൂഹിക ജീവിതത്തിലേക്ക് കടക്കാൻ അങ്ങനെയുള്ള മനുഷ്യർ നിർമ്മിച്ചതാണ് കേരളം. അങ്ങനെ വിട്ടുപോയവരാണ്. വീടും കുടിയുമായിട്ടിരുന്ന ശ്രീനാരായണനും കാളിയെ മറക്കണ്ട കാളി എന്ന സ്ത്രീയെ മറക്കണ്ട നമ്മൾ. പക്ഷെ അതേസമയം അങ്ങനെ വീട് വിട്ടിറങ്ങി എല്ലാവരും വീട് വിട്ടിറങ്ങി നടക്കണമെന്നല്ല പറയുന്നത് അർത്ഥം. മറിച്ച് വീട് അങ്ങനെയും കൂടിയുള്ള ഒരു സ്ഥാപനമാണ്, അങ്ങനെ അതിനെ കൂടിയുള്ള സാധ്യതയുള്ള ഇടമാണെന്ന് ഓർക്കാൻ നമ്മൾ കൂടി തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് വിവാഹ മാർക്കറ്റിനെ മാത്രമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. നമുക്ക് കമ്പോളം നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന എല്ലാ ആശയങ്ങളോടും പൊരുതിക്കൊണ്ട് മാത്രമേ നമുക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ. വിവാഹവും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ 2 മനുഷ്യർ പരസ്പരം അറിയുന്ന, പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നാൽ കുട്ടികൾക്ക് നല്ല അവരവരുടെ ഞാൻ ആരാണെന്ന് ബോധ്യത്തിൽ തലമുറ ജീവിക്കുന്നത്. നമുക്കൊക്കെ ഉണ്ടായിരുന്നു, നമ്മളുടെ ഇടയിൽ പാടുന്നവരുണ്ടായിരുന്നു, എഴുതുന്നവരുണ്ടായിരുന്നു. ഇതൊന്നും വെളി കാണിച്ചിട്ടില്ല. അങ്ങനെയല്ല, എനിക്ക് ഇതൊക്കെ ഉണ്ട് എന്റെ കഴിവ് എന്ന് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരുപോലെയാണ്. ഇക്കാലത്ത് 1-2 ഉള്ളൂ വീടുകളിൽ, അതുകൊണ്ട് ആ വ്യത്യാസമില്ലാതെ നമ്മൾ നടക്കുന്നത്. പക്ഷെ വിവാഹത്തിന് മുമ്പിൽ എത്തുമ്പോൾ ഒരേപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എം ഡിക്ക് പഠിക്കുന്ന പെൺകുട്ടി സൂയിസൈഡ് ചെയ്ത നാടാണ്. എന്തൊരു നാണക്കേടാണെന്ന് ആലോചിച്ചു. ഹലീമ ബീവിയുടെ നാടാണ് കേരളം. കഴിഞ്ഞ തലമുറ പത്രപ്രവർത്തകയായിരുന്ന ഈ കുണ്ടറയിൽ ജീവിച്ച ഹലീമ ബീവി 10-12 പ്രസിദ്ധീകരണം നടത്തിയ ഹലീമ ബീവിയുടെ നാടാണ് കേരളം. ആ നാട്ടിലാണ് പോസ്റ്റ് ഗ്രാജുവേഷന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ഒരു പെൺകിടാവ് ഒരു പ്രണയ നിരാസത്തിന്റെ പേര്. ഞാൻ ആ പറയുന്ന പ്രണയ നിരാസം നമുക്ക് ഒറ്റവാക്കി പറയാം, അത്രയേറെ ട്രോമയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മബോധമുള്ളവരാക്കി കൂടി വളർത്തണം. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മുടെ അനുഭവങ്ങളുണ്ട്. നമ്മളൊക്കെ തോറ്റുപോയിട്ടുണ്ട് ജീവിതത്തിൽ പലയിടത്തും. നമ്മളെ പറഞ്ഞു കൊടുത്തിട്ടില്ല പലയിടത്തും. നമ്മളെ വെളിപ്പെടുത്തിയിട്ടില്ല പലയിടത്തും. അങ്ങനെയുണ്ട് നമുക്കൊക്കെ. നമ്മളുടെ പരാജയങ്ങളെ പറഞ്ഞു കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക്. ഞങ്ങൾക്കൊക്കെ പറ്റിയ വീഴ്ചകളുണ്ട്. വേണ്ടിടത്ത് വേണ്ടത് പറയാതെ അങ്ങനെയാണല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ വളർത്തിയിരിക്കുന്നത്. നമ്മൾ സൽസ്വഭാവികളും കുലീനകളും ഒക്കെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അരുതുകളെ എല്ലാം നമ്മൾ എന്ത് ചെയ്തു? മുമ്പത്തെ ഇന്റർവ്യൂ, ഇപ്പോഴത്തെ ഒരു ഇന്റർവ്യൂ യൂട്യൂബിലുണ്ട്, കാണുന്ന നല്ല 15 കൊല്ലം മുമ്പ് നടത്തിയ ഒരു ഇന്റർവ്യൂവും
അന്ന് വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അവർ പറഞ്ഞ അഭിപ്രായവും 15 കൊല്ലം കൊണ്ട് അവർ മാറിയ അനുഭവങ്ങളിൽ അവർ പറയുന്നത് രണ്ടും ആത്യന്തികം എന്നുള്ള അഭിപ്രായത്തിൽ കാണരുത്. പക്ഷെ അത് ഒരാളിന്റെ, ഒരു സ്ത്രീയുടെ, അഭിനേത്രിയുടെ, ഒരു കലാകാരിയുടെ ഒരു അനുഭവം എന്ന നിലയിൽ നമുക്ക് അതിനപ്പുറത്തേക്ക് വിലയിരുത്തണം നമ്മള്. അത് ഞാൻ പറഞ്ഞ അവസാന വാക്കായിട്ട് എടുക്കാനല്ല. അവസാന വാക്കില്ലെന്ന് ഈ നാട്ടുകാരൻ തന്നെ പറഞ്ഞു. ടി വി കുഞ്ഞിരാമൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വാക്കും അവസാന വാക്കല്ല എന്ന് ടി വി കുഞ്ഞിരാമൻ പ്രഖ്യാതമായ അദ്ദേഹത്തിന്റെ എഴുത്തില് സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പറഞ്ഞു വെക്കുന്നത് കുഞ്ഞുങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മൾക്ക് എല്ലാവർക്കും ചെറുമക്കളായിട്ടുണ്ട്, ചെറുമക്കളെ ആത്മബോധമുള്ളവരാക്കുക. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമല്ല. നമ്മുടെ ചുറ്റുവട്ടത്തെ 4 പെൺകിടാങ്ങൾക്കെങ്കിലും ഒരു ജീവനോപാധി പറഞ്ഞു കൊടുക്കാൻ കഴിയും. വ്യവസായ വകുപ്പിൽ ജോലിയെടുത്ത ഒരു ജീവനക്കാരിയോ ഒരു ജീവനക്കാരനോ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എന്റർപ്രണർഷിപ്പിലേക്ക് നീങ്ങാനുള്ള എളുപ്പ വഴികൾ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ എത്ര സാധ്യതകൾ പറഞ്ഞു കൊടുക്കും. ഞാൻ വെറും കോളേജ് അധ്യാപികയും, ഞാനത് പഠിച്ചിട്ടാ പറയുന്നത്. അത് ചെയ്യാവുന്ന എത്ര പേരുണ്ട് നമുക്കിടയിൽ. എന്തെല്ലാം കാര്യങ്ങൾ ആ കുട്ടികളുടെ ജീവിതത്തിൽ വെളിച്ചത്തിലേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഈ അറിവ് അതിനുകൂടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നീണ്ട വർത്തമാനം പറഞ്ഞുപോയി. ചില കാര്യങ്ങൾ പറയുമ്പോൾ നീണ്ടു പോകും. അതിൽ പുറത്തുനിന്ന് എനിക്കറിയാം. ഞാൻ അവസാനിപ്പിക്കുന്നു. വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അഭിമാനവും പങ്കുവെച്ച് പിന്നൊരവസരത്തിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞ് നിർത്തുന്നു.